പ്രൈസ് ലോർഡ്. ആസാദി എക്സ്ക്ലൂസീവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും പിന്നെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ദീർഘവർഷങ്ങളായിട്ട് വിവിധ രീതിയിൽ ആത്മീയ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന ഒരു ദേവദാസനാണ് നമുക്കിന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ലൈവായിട്ടും പിന്നീട് യൂട്യൂബിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന നിന്റെ മക്കൾക്ക് ഇന്നത്തെ സെഷൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിപ്പാനിടയായി തീരട്ടെ. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പെടുത്തിയുള്ള കരങ്ങളിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയി തീരണം. അത് ഞങ്ങൾക്ക് ആത്മികമായിട്ട് ഒരു മോട്ടിവേഷനായി തീരുവാൻ തീരണം, ഉത്തേജനമായി തീരുവാൻ തീർക്കണം, കാരണമായി തീരണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകമാകുന്ന അവിടുത്തെ ഗൈഡൻസ് ഞങ്ങൾക്കുണ്ടാകണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വം ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്നു. യേശു മൂലധർമ്മയായി ചോദിക്കുന്നത് നിങ്ങൾക്ക് മാറണമേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ സീനിയറാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് നമുക്കിന്ന് ഈ ആസാദി എക്സ്ക്ലൂസീവിന്റെ ലൈവിൽ നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. ബോംബെയിൽ നിന്ന് ഡോക്ടർ ബാബു കെ വർഗീസ്, പ്രിയപ്പെട്ട ബാബു സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ, ഒത്തിരി സന്തോഷമുണ്ട്. നമസ്കാരം. രണ്ട് കാരണങ്ങളുണ്ട് സാറേ സന്തോഷം. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം സാർ എനിക്ക് അനുഗ്രഹമായി തീർന്ന ഒരു അനുഭവമുണ്ട്. അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. എൻ്റെ ഓർഡിനേഷൻ 2006 ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്, ബോംബെ ഫീൽഡ് സിറ്റി ചർച്ചിൽ വെച്ച്. അപ്പം എൻ്റെ ഓർഡിനേഷൻ സർവീസിന് സാറുണ്ടായിരുന്നു. അനേക ദേവദാസന്മാർ എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഒരാൾ സാറായിരുന്നു. സന്തോഷം. ആ പിക്ചർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ ഓർത്തു, സാറ് വളരെ വ്യത്യസ്തമാകുന്ന ഒരു മേഖല, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ദീർഘവർഷങ്ങളായിട്ട് പത്രപ്രവർത്തന മാധ്യമ രംഗത്തൊക്കെയുള്ള ഒരാൾ എന്ന നിലയിൽ, ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ആ സാറിൻ്റെ കൈവപ്പിനാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നിനും ആ ഒരു ചരിത്ര അവബോധം, ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് യാദൃച്ഛികമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. അതിന് ഈ ലൈവ് സെഷനിൽ ഞാൻ നന്ദി പറയുകയാണ്. അന്ന് സാറിൻ്റെ പ്രസൻസ് ഒരു അനുഗ്രഹമായി തീർന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ അതൊരു നന്ദികേടാകും സാറേ. ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വർഷങ്ങളായി ബോംബെയിലാണ് അല്ലേ? 35 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ബോംബെയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പോയും വന്നും ഒക്കെ നിൽക്കുക കേരളത്തിലോട്ട് ഇവിടേക്ക് ആയിട്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏത് മേഖല ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് ആലോചിക്കുകയാണ്. ഏതെങ്കിലും തുടങ്ങിക്കോ, തുടങ്ങാം. നമുക്ക് ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം, അതുപോലെ പ്രവർത്തനങ്ങളെ കുറിച്ച്. എനിക്ക് ചരിത്രം ഇഷ്ടമായതുകൊണ്ട് ചരിത്രത്തിൽ തൊട്ട് തുടങ്ങാം. നാഗ്പൂർ യൂണിവേഴ്സിറ്റി എന്നാണ് തോന്നുന്നു അല്ലേ ചരിത്രത്തിലൊരു? യൂണിവേഴ്സിറ്റിയിലാണ്, അത് തന്നെ പറയാം. അതെ, വളരെ വ്യത്യസ്തതയുള്ള ഒരു സബ്ജക്റ്റാണ് സാർ സെലക്ട് ചെയ്തത്. അതെ, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. രാഷ്ട്രീയമായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ എൻ്റെ ഗവേഷണം തുടങ്ങുവാൻ നിർബന്ധിതനായത്. പ്രിയ ബഹുമാനപ്പെട്ട വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു സീനിയർ മന്ത്രി ഹിന്ദി ഭാഷയിൽ ഒരു പ്രഖ്യാപനം ചെയ്തു: ക്രിസ്ത്യൻസ് ഡിസ്ട്രോയ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ക്രിസ്ത്യാനികൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു. ഇത് വായിച്ചു വിശദമായിട്ട് താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തന്നെ ഒരു ചരിത്രകാരനാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണല്ലോ, ചരിത്രത്തിന് തികച്ചും വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. ഇതിന് ഒരു മറുപടി നൽകണം. അപ്പോൾ വാജ്പേയി അദ്ദേഹത്തിൻ്റെ കാലത്ത്
ഒത്തിരി അക്രമങ്ങൾ നടക്കുന്നതായിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായി അതിരൂക്ഷമായ അക്രമങ്ങൾ, ദാരുണമായ സംഭവങ്ങളുണ്ടായി. അത് വളരെ വിഷമകരമായിരുന്നു. നമുക്കറിയാം, ഗ്ലാഡിസ്റ്റെയിൻസിൻ്റെ കാലമൊക്കെയാണ്. അപ്പോൾ 3 രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഒന്ന്, നമ്മുടെ ക്രൈസ്തവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ അടയ്ക്കുക, FCRA അതുപോലുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുക. പിന്നെ നമ്മുടെ വസ്തുവകൾ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഡോക്യുമെൻ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100-150 വർഷമായ വസ്തുക്കളൊക്കെ കയ്യേറുക. പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അടപ്പിക്കുക. അങ്ങനെ ഫൈനാൻഷ്യൽ റെസ്ട്രെയിൻസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഒത്തിരി ഉണ്ടായി. അതായിരുന്നു ആദ്യത്തെ ആക്രമണം. രണ്ടാമത് ബൗദ്ധികമായ ആക്രമണം. അത് ഇതുപോലെയുള്ളതാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നമുക്ക് ക്രിസ്തു മക്കൾക്കെതിരായിട്ട് ഉന്നയിച്ചു. ഒന്ന്, ക്രിസ്ത്യാനികൾ വിദേശീയരാണ്. 2, ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരൻ്റെ പാദസേവകരും അവരുടെ ബാക്കിപത്രമാണ്. 3, ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ആക്രമണം എന്ന് പറയുന്നത് ഫിസിക്കലാണ്, ശാരീരികമായ ആക്രമണം. നമ്മുടെ സഹോദരിമാരെ, ക്രിസ്ത്യാനികളെ ബലാത്സംഗം ചെയ്യുക, കുഞ്ഞുങ്ങളെ ഓർഫനേജിൽ നിന്ന് പറഞ്ഞു വിടുക, അവരെ ഉപദ്രവിക്കുക, നമ്മുടെ നൺസിനെയും മറ്റ് ക്രൈസ്തവ ബൈബിൾ പ്രവർത്തകരെയും നശിപ്പിക്കുക, തീ വയ്ക്കുക, പള്ളികൾ നശിപ്പിക്കുക. അതുപോലെ അനുസ്യൂതമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഒരുപുരം മതഭ്രാന്തന്മാരായി ക്രിസ്തുമക്കളെ തച്ചുടയ്ക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമായി. അപ്പോൾ ഈ 3 കാര്യത്തിനും നാം മറുപടി ഉണ്ട്. ഒന്ന്, ഫിസിക്കൽ അറ്റാക്കിന് നമുക്ക് ഏക മറുപടി പ്രാർത്ഥിക്കുക. നാം സമാധാനത്തോടെ ഒരു ചെകിട്ട് അടിച്ചാൽ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ രീതി. സോ വി പ്രേ ഫോർ ദം ആൻഡ് വി പിറ്റി ദം. അതാണ് നമുക്ക് 2. ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി, നമുക്ക് സാമ്പത്തികമായി ചെയ്താൽ നമ്മുടെ സ്രോതസ്സുകൾ നമ്മുടെ കർത്താവാണ് നമുക്ക് ആവശ്യമായി തരുന്നത്. നമ്മുടെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. മാനുഷികമായ ശക്തികൾ മാറുമ്പോൾ നമ്മുടെ കർത്താവ് സകലത്തിൻ്റെ ഉടയവനായവൻ, ലോകത്തെ നിർമ്മിച്ചവൻ, ഭൂമിയും അതിൻ്റെ ഭൂതലവും എൻ്റെ കർത്താവിൻ്റെ വഴിയാണെങ്കിൽ, അവൻ്റെ പിതാവാണെങ്കിൽ ഒരു സാമ്പത്തികമായ തടസ്സങ്ങളും നമുക്ക് തടസ്സമാവില്ല. അങ്ങനെ. എന്നാൽ മൂന്നാമത്തേത് ബൗദ്ധികമായ ആക്രമണത്തിനെ എങ്ങനെ നാം ചെറുത്ത് നിൽക്കും, അതായിരുന്നു എൻ്റെ വിഷയം. അതായത് ബൗദ്ധികമായ ആക്രമണങ്ങളാണ്. ഒന്ന്, നമ്മൾ വിദേശീയരാണ് ആണോ, അത് നാം അതിന് മറുപടി കൊടുക്കണം. 2, നമ്മൾ സായിപ്പിൻ്റെ ചെരുപ്പ് നക്കികളാണോ. 3, നാം ഇവിടുത്തെ സംസ്കാരം നശിപ്പിച്ചോ. ഇതിന് 3നും വേണ്ടിയാണ് ഞാൻ ഒരു പുസ്തകം എഴുതിയത്, ഒരു ഗവേഷണം നടത്തി. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്തത്. നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാശാസ്ത്രത്തിലാണ്. അപ്പോൾ എനിക്കറിയാമായിരുന്നു, ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫോണറ്റിക്സ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട്. റായ്പൂരിലെ രവിശങ്കർ യൂണിവേഴ്സിറ്റിയിലാണ്. 1972 അത് ചെയ്തത്. അതുകൊണ്ട് ചെറിയ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടായിരുന്നതുകൊണ്ട് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അവർ അഡ്മിഷൻ എനിക്ക് തന്നു. പക്ഷേ എൻ്റെ വിഷയം എനിക്ക് വളരെ സംതൃപ്തിയുള്ളതും ദേശത്തെ ഒന്ന് ചിന്തിപ്പിക്കുന്നതുമാണ്. അതിൻ്റെ വിഷയം the development of Indian languages and literature and the impact of the Bible on nation building. ഭാരതീയ ഭാഷകളുടെയും സാഹിത്യത്തിൻ്റെയും അതിൻ്റെ വികാസവും പരിണാമവും, അതിൽ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ സംഭാവന, അത് ഞാൻ പിന്നീട് ഇതൊരു പുസ്തകം 2008 പുസ്തകമായിട്ട് 2008 ഗവേഷണം അതിൻ്റെ PhD ലഭിച്ചു. പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുസ്തകമാക്കി. ആ പുസ്തകമാണ് Let There Be India. Let There Be India, The Impact of Bible on Nation Building. ഇതൊരു 900 പേജുണ്ട്. എൻ്റെ ഒറിജിനൽ തീസിസ് 1000 പേജുണ്ട്. ഇത് 900 പേജാണ്. അതുകൊണ്ട് ഇത് വലിയ പുസ്തകമാക്കിയാൽ അത് ഗവേഷണമൊക്കെ ഉള്ള ഒരു ചെറിയ പുസ്തകം ഞാൻ 7 ഭാഷകൾ എഴുതി. ക്യാപ്സ്യൂൾ എഡിഷൻ എന്ന് പറയും. ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി. ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം, ഒന്ന്, ക്രിസ്തുമക്കളെ തന്നെ ശാക്തീകരിക്കുക. ഒരു ബോധവൽക്കരണം. ക്രിസ്തുമക്കൾ, ബൈബിൾ മക്കൾ എന്ത് ഭാരതത്തിന് ചെയ്തു, അതായിരുന്നു ബ്രദറെ. അപ്പോൾ അതാണ് എൻ്റെ ഗവേഷണം. അത് തന്നെ വലിയൊരു ചരിത്രമാണ്. അത് ക്ലിയർ ചെയ്യാതെ 5 വർഷം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിത താല്പര്യക്കാരെ തടഞ്ഞു വെച്ചു.
ഞാൻ സാധാരണ പറയാറുള്ള സത്യത്തെ നിങ്ങൾക്ക് കുരിശിൽ തറയ്ക്കാം, സത്യത്തെ നമുക്ക് ബറി ചെയ്യാം. ട്രൂത്ത് ക്യാൻ ബി ക്രൂസിഫൈഡ്, ട്രൂത്ത് ക്യാൻ ബി ബറീഡ് ഇൻ ദ ടൂം, കല്ലറയിൽ അടക്കാം. എന്നാൽ മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും, അല്ലേ? ട്രൂത്ത് ഷാൽ റൈസ് ഓൺ ദ തേർഡ് ഡേ. സത്യമേവ ജയതേ എന്നാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സത്ത തന്നെ, അല്ലേ? സത്യം ജയിക്കും, അതുകൊണ്ട് ജയിച്ചു. ഇതുകൊണ്ട് ദൈവകൃപയാൽ ഏകദേശം 1,00,000 കോപ്പികളാണ് ബ്രദറെ. എനിക്ക് പൈസ എന്നല്ല, നമുക്ക് പിന്നെ പറയാം. ദൈവം അങ്ങോട്ട് തന്നു 1,00,000 കോപ്പികൾ 7 ഭാഷകളിൽ. ബഹുമാനപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് മുതൽ 400ഓളം MP-മാർക്ക്, MLA-മാർക്ക്, ഉദ്യോഗസ്ഥർക്ക് 1,00,000-ഓളം കോപ്പികൾ എൻ്റെ കോംപ്ലിമെൻ്റായി സൗജന്യമായി വിതരണം ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. വലിയൊരു അനുഭവമാണ്. 1,00,000 കോപ്പികൾ കോംപ്ലിമെന്ററി കോപ്പീസ് ആയിട്ട് കൊടുത്തു. അതൊരു വലിയ അനുഭവമാണ്. ഈ ദിവസത്തിലെ എഫസോസിലെ പുസ്തകങ്ങളുടെ കണക്ക് കൂട്ടിയതുപോലെ ഇതിന്റെ ഒരു കണക്ക് കൂട്ടുകയാണെങ്കിൽ അതൊരു വലിയ തുകയാകുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഈ തുകയൊന്നും കർത്താവിന് തുകയല്ലല്ലോ, ഭൂമി എല്ലാം നമ്മുടെ കർത്താവിന്റെ വകയല്ലേ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കാം. അതായത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതാനുഭവങ്ങൾ, ബേൺഡ് എലൈവ്, അല്ലേ? ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ആ പുസ്തകം ശരിക്കും പുസ്തകത്തിന്റെ പണിപ്പുരയിൽ ഇരിക്കുമ്പോഴാണോ ആ ഒരു ക്രൂരമായ സംഭവം ഉണ്ടായത്? അതും നമ്മുടെ വാജ്പേയിയുടെ കാലത്താണ്. ഞാൻ അന്ന് GLS എന്ന് പറഞ്ഞ പബ്ലിഷിംഗ് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രപ്രവർത്തന നിലയിൽ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയും ഓരോ ദിവസവും ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെപ്പറ്റി ഞാൻ രേഖകൾ സമ്പാദിച്ച് ഫയൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് എനിക്ക് ഫോൺ വരുന്നു, ഇങ്ങനെ ഗ്രഹാം സ്റ്റെയിൻസും 2 കുട്ടികളും ചുട്ട് അരിക്കപ്പെട്ടു. അന്ന് രാത്രി തന്നെ ബോംബെയിൽ ഞങ്ങൾ 1 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചു. വിവരം വിശദമായിട്ടൊന്നുമില്ല, ഒറ്റ വാരം പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെവിടെ അവസാനിപ്പിക്കും. അങ്ങനെ അത് ഞാൻ തേടി. പിന്നീട് 2 മാസത്തിനകം ഞാൻ പരിപാടിയിൽ പോയിരുന്നു. സഹോദരി ഗ്ലാഡിസ് സ്റ്റെയിൻസിനെയും എസ്തേറിനെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അവിടുത്തെ കളക്ടർ, പൊളിറ്റീഷ്യൻസ്, അവിടുത്തെ വലിയ ജേർണലിസ്റ്റ് നിലയിൽ ഒത്തിരി രേഖകൾ, ഒത്തിരി ഗവേഷണം ഞാൻ നടത്തി. അതിൻ്റെ ഇടയിൽ അതിനാണ് ബേൺഡ് എലൈവ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. ബേൺഡ് എലൈവ്, അഗ്നിയിൽ ഒരു ജീവബലി എന്ന മലയാളത്തിലുണ്ട്. 16 ഭാഷകളിൽ ഇത് ഉണ്ടായി. 16 ഭാഷകളിലും 14 ഇന്ത്യൻ ഭാഷകളിലും, ജർമ്മൻ ആൻഡ് ഫ്രഞ്ച്. ഇതും 1,00,000-ലധികം കോപ്പികൾ 16 ഭാഷകളിൽ ഫ്രീ ആയിട്ട് നാം വിതരണം ചെയ്തു. അതിന് ഇതിൻ്റെ അമേരിക്കയിൽ ഒരു ഫിലിം ഉണ്ടായി, ലീസ്റ്റ് ഓഫ് ദീസ് ഒരു ഫിലിം ഉണ്ടായി, വേറൊരാൾ ഒരു ഫിലിം ഇറക്കിയിട്ടുണ്ട്. ഇതും അനേകരെ സ്വാധീനിച്ചത്. ഒറ്റ അനുഭവം മാത്രം ഞാൻ പറയുന്നു. ഒരു ദിവസം GLS-ൽ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ ഈ പുസ്തകവുമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, തനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി, സംഗീത എന്ന പേര്. പക്ഷേ ഞാൻ പെൺകുട്ടി ഉണ്ടായപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ്, 1999 ജനുവരി 22 ഈ സംഭവത്തിന് ശേഷമാണ് പെൺകുട്ടി ഉണ്ടായത്. പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ പേര് ഇട്ടിരിക്കുന്നത് ഗ്ലാഡിസ് സംഗീത സുബ്രഹ്മണ്യം. അദ്ദേഹം പറഞ്ഞു, ഇത് ഹൈന്ദവമല്ല. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മതവും ഹിന്ദുത്വവുമായിട്ട് നാം യോജിപ്പിക്കരുത്. അത് രണ്ടും എന്താ പറയുന്നത്, ആനയെ ആടുന്നതുള്ള വ്യത്യാസമാണ്. ഹിന്ദുത്വ ഭീകരത്വമാണ്, മതമല്ലത്. അത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെയും മതത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു താണ്ഡവമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാക്കൽ. അങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവർ ആരും ആരെയും കൊല്ലുന്നവരല്ല. വസുദൈവ കുടുംബം, എല്ലാവരെയും ഒരു കുടുംബമാണ്, അല്ലേ? ഈ ഭാരതത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ല. ഹൈന്ദവരെല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരാ, എല്ലാവർക്കും വീട് തുറന്നു കൊടുക്കുന്നവരാ, ആഹാരം കൊടുക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. കഴിഞ്ഞ 4000 വർഷമായി നാം ഒന്നിച്ചല്ലേ ജീവിച്ചത്. ഇതുപോലൊരു രാജ്യമാണ്, ഇത്ര ഒരു മഹാരാജ്യം ലോകത്തിലുണ്ടോ? പിന്നീട് പറയാം. അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അവരുടെ MP-മാർക്ക് എല്ലാം കൊടുത്തു. വളരെ പറഞ്ഞില്ല, 1,00,000 കോപ്പിയത്തിലധികം കോപ്പികൾ 14 ഭാഷയിൽ കൊടുത്ത് കർത്താവ്. ഇതൊക്കെ ദൈവം തന്നതാണ്. അതുകൊണ്ട് വലിയ സ്വാധീനമാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്.
ഈ ഈ ഭാരതത്തെ തന്നെ ചെളിവാരാൻ ഈ സംഭവങ്ങൾക്ക് ഇടയാകരുത്. ഭാരതത്തിൽ നന്മയും സത്തയും സ്നേഹവും സമാധാനവും സംരക്ഷണവും സഹായവുമാണ്, സഹവർത്തിത്വമാണ്. അതാണ് എൻ്റെ പുസ്തകം. ഞാനിത് ഒറീസയിൽ ഇത് റിലീസ് ചെയ്തത് ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ദിരത്തിലായിരുന്നു. വലിയ പോലീസിൻ്റെ സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരു CNN ജേർണലിസ്റ്റ് വന്ന് എന്നെ ഇന്റർവ്യൂ ചോദിച്ചു, ഇതിൽ ഞാൻ ഈ പുസ്തകം വായിച്ചു, ഇതിലൊന്നും നിങ്ങൾ ദർ ഇസ് നത്തിങ് ഹേറ്റഡ് അബൌട്ട് ഇറ്റ്, ഒരു വെറുപ്പിൻ്റെ ഒരു വാക്ക് പോലും ഇതിലുള്ളൂ. അവൻ ഒരിക്കലും ഞാനിത് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ചിലരെ കൊന്നത് കൊണ്ട് ഞങ്ങൾ വെറുപ്പിൻ്റെ വക്താക്കളല്ലല്ലോ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു ഒരു ചീട്ട് അടിച്ചാൽ മറ്റേ ചീട്ട് കാണിച്ചു കൊടുക്കണമെന്നാ. അപ്പോൾ ഒരിക്കലും ചെയ്തില്ല. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യമുണ്ട്. ഇതോടുകൂടി ഇവിടെ ഈ ക്രൈസ്തവർക്കെതിരായുള്ള ആക്രമണം അവസാനിപ്പിക്കുകയും എല്ലാവരും ഒരേ സഹോദരന്മാരെന്നുള്ളതിൽ ഈ ബഹുസ്വരതയുള്ള ഭാരതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും കൈവരിക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ഞങ്ങൾ ഒരിക്കലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരല്ല. ഞങ്ങൾ കലാപത്തിൻ്റെ തീയിൽ ഞങ്ങൾ തീ എടുത്തുന്നവരാണ്. ഞങ്ങൾ ശത്രുവെന്ന് ആർക്കും ഞങ്ങൾ ശത്രു എന്ന് പറയുന്നതിനെ പോലും സ്നേഹിക്കുന്നവനും ചുംബിക്കുന്നവനുമാണ്. അത് ഞാൻ പറഞ്ഞു. ഈ പുസ്തക രചന ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് മൈലപ്രായ്ക്ക് പോകാം. നമ്മുടെ മൈലപ്രായിലാണ് അല്ലേ സ്വദേശം, ജനിച്ചു വളർന്നതൊക്കെ മൈലപ്രായിൽ. അവിടുന്ന് നിന്ന് തുടങ്ങിയല്ലോ മൈലപ്ര. ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഒരു ചെറിയൊരു സ്ഥലമാണ് പത്തനംതിട്ട. അവിടുന്ന് 2 കിലോമീറ്റർ ഒരു ചെറിയ ഗ്രാമമാണ് മൈലപ്പുറം. ആ വാക്ക് തന്നെ ദ്രാവിഡന്മാര് മയിലിനെ ഓടിച്ചു, അവിടെ കാടാണല്ലോ, മയിലിനെ ഓടിച്ചു വന്നപ്പം ഒരൊറ്റ വെട്ടി മയിലപ്പുറത്ത് വെട്ടിപ്പുറത്തുമായി. ഞങ്ങളുടെ ഈ 2 ഗ്രാമങ്ങൾ, ഒന്ന് വെട്ടിപ്പുറവും അന്ന് മറ്റേത് മൈലപ്പുറം. മയിലപ്പുറം എന്നുള്ള മൈലപ്പുറമായിട്ട് മാറി. അതിമനോഹരമായൊരു ഗ്രാമമാണ്. നല്ല നെൽവയലുകളെ, ചെറിയ കുന്ന് തടാകങ്ങളിൽ നല്ല രസമാണ്, തോടുകളും ഒക്കെ ഉണ്ട്. വളരെ പച്ച നിറഞ്ഞ പത്തനംതിട്ടയാണ് ഏറ്റവും നോൺ പൊല്യൂട്ടഡ് സ്ഥലം എന്ന് പറയുന്നു. അവിടെ ജനിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കി. ഞങ്ങൾ 10 മക്കളാണ്. ഓ എന്റെ പിന്നെയും അങ്ങോട്ട് സഞ്ചരിച്ചാൽ ഞങ്ങളുടെ നാടെത്തും. അതെ 16 കിലോമീറ്ററേ ഉള്ളൂ മലപ്പുറം. അത്രേ ഉള്ളൂ. വളരെ മനോഹരമാണ്. റാന്നി അതിമനോഹരമായ സ്ഥലം. കേരളം അനുഗ്രഹിച്ച സ്ഥലമല്ലേ, ദൈവം അനുഗ്രഹിച്ചതല്ലേ. വാസ്തവത്തിൽ ദൈവത്തിന്റെ നാട് തന്നെയാ. നമ്മൾ ഭാഗ്യവാന്മാരാ. വേറെ ഞാൻ കഴിഞ്ഞ മാസം അവിടെയായിരുന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. പിന്നെ മൈലപ്രായില് ഒരു 250 വർഷം മുമ്പേ ക്രിസ്തീയമായ സ്വാധീനമുണ്ട്. എല്ലാ സഭക്കാരും അവിടെയുണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. എന്നാൽ വളരെ മനോഹരമാണ്. ഞാൻ ഒരു സംഭവം പറയാം. എൻ്റെ അപ്പൻ ഒരു ആധാരം എഴുത്തുകാരൻ, എൻ്റെ പിതാവ് റാന്നിയിൽ ആധാരം എഴുതിയ. ഞങ്ങൾ ജീവിക്കുന്നത് റാന്നിക്കാർക്ക് ആധാരം എഴുതിയ 10 മക്കളെ വളർത്തിയത്. അപ്പോൾ അദ്ദേഹം സാധാരണ അവിടെ പോലീസ് മൈലപ്രായി വരണമെന്നായിരുന്നു പഴയ കാലത്താണ്. റാന്നിയിലെ പോലീസ് വർഗീസ് സാർ അങ്ങ് പറഞ്ഞാൽ മതി, അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് അത് പുള്ളി അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു മൈലപ്പുറം. അപ്പോൾ അവിടെ സ്കൂളുകളിലായിരുന്നു. 100 വർഷം മുമ്പ് യാക്കോബക്കാർ അവിടെ ഒരു സ്കൂൾ കൊണ്ടുവന്നു. അവരിപ്പോൾ കത്തോലിക്കരെടുത്തു. അത് കഴിഞ്ഞ് 95 വർഷം മുമ്പ് ഹണ്ടർ നോയൽ എന്ന് പറയുന്ന ബ്രദറൻ മിഷണറി മൈലപ്രായിൽ വന്നു. എൻ്റെ പിതാവ് ഒരു അല്പസ്ഥലം കൊടുത്തു. അവിടെ നോയൽ മെമ്മോറിയൽ സ്കൂൾ തുടങ്ങി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പോയിരുന്നു. 95ാമത്തെ വർഷത്തെ വാർഷികമായിരുന്നു. ഞങ്ങളുടെ MP ആയിരുന്നു ആൻ്റണി. അദ്ദേഹം വന്നിരുന്നു. വളരെ നല്ലതായിരുന്നു. 95 വർഷം മുമ്പ്. അങ്ങനെ ആ ചെറിയ സ്കൂളിൽ ആൻ്റണി ആയിരുന്നു. ഓലമേഞ്ഞ ആ സ്കൂളിൽ പഠിച്ചു. ഇന്ന് വളരെ മനോഹരമായ ചെറിയൊരു സ്കൂളാണത്. ആയിരങ്ങൾ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കത്തോലിക്ക അവിടെ ഹൈസ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പോൾ ആ ഹൈസ്കൂളിൽ പഠിച്ചു. പത്തനംതിട്ട യാക്കോബക്കാരെ 1952 കോളേജ് തുടങ്ങി. ഞാൻ 65 കോളേജിൽ ജോയിൻ ചെയ്തു. ഇന്ന് പത്തനംതിട്ടയിൽ ഒരു ഗവൺമെൻറ് കോളേജില്ല, എന്നാൽ ധാരാളം ക്രൈസ്തവ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിൻ്റെ അല്ല, ഭാരതത്തിൻ്റെ മൊത്തം വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയിട്ടത് ക്രൈസ്തവ മിഷന്മാരാണ്. അത് പിന്നീട് ഞാൻ സംസാരിക്കാൻ എൻ്റെ വിഷയം അതാണ്. അപ്പോൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ MA വേണ്ടി റായ്പൂരിൽ രവിശങ്കർ യൂണിവേഴ്സിറ്റിയിൽ MA പഠിച്ചു. ദൈവം എനിക്ക് ഗോൾഡ് മെഡൽ തന്നു. അതിനുശേഷം
ഒരു ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫോണറ്റിക്സ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ്, ഇന്ത്യയിൽ ഭാഷകളുടെ പറ്റിയുള്ള ഒരു ചെറിയ പഠനം ഒരു വർഷം നടത്തി. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്ന് ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തു. ഇതെല്ലാം ചെയ്തേച്ച് ഒരു 10 വർഷം ബൂട്ട്സ് എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മരുന്നൊക്കെ വിറ്റ് നടന്നു. ആ സമയത്ത് ഞാൻ സെൻറ്റ് ജോസഫ്സ് ബാംഗ്ലൂരിലെ സെൻറ്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തു. ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ഒരു പബ്ലിക് റിലേഷൻസിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തു. പിന്നെ ജേർണലിസത്തിൽ ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് അവിടെ നിന്ന് ഒരു ഡിപ്ലോമ എടുത്തു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. അത് കഴിഞ്ഞ് ഞാൻ കേരളം വിട്ടു. കേരളത്തിലെ മസ്കറ്റിൽ ഒമാനിൽ പോയി ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രവർത്തകനായി മാറി. ഒരു എഡിറ്ററും ഒരു റിപ്പോർട്ടർ, മെയിൻലി ഞാൻ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് കർത്താവ് ഒരിക്കൽ ഞാൻ ആ കൂട്ടത്തിൽ ബൈബിൾ വായിക്കുകയും, ഞങ്ങളൊരു ബ്രദറൻ പശ്ചാത്തലമുള്ള ആളാണ്. അപ്പം ഞാൻ പറയും ബൈബിളിൽ നിന്നായിരുന്നു ഞങ്ങളുടെ രാവിലെ മുതലേ ബൈബിൾ പഠിച്ചിരിക്കുന്ന വളരെ നിർബന്ധമാണ്. ബൈബിൾ അധിഷ്ഠിതമായ ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, അതായിരുന്നു പിതാവും മാതാവും എല്ലാം പഠിപ്പിച്ചു. വേറൊന്നും അവർക്ക് പ്രശ്നമല്ല. 100 മിഷണന്മാർ വീട്ടിൽ വരും. 10 മക്കളുള്ളപ്പോൾ ബാക്കി എൻ്റെ സഹോദരിമാരും അല്ല, അവരെ ബാക്കി കാര്യങ്ങൾ സൂക്ഷിക്കുക. എൻ്റെ പണി മിഷണറിമാരുടെ, ഉപദേശിമാരുടെ, ഇവാഞ്ചലിസ്റ്റിൻ്റെ ചെരുപ്പ് തുടച്ച് വെച്ചിട്ട് അവരെ ഞങ്ങളുടെ അടുത്ത ഒരു ഫറോഗ് നടക്കണം, ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകണം. ഇതായിരുന്നു എൻ്റെ പണി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു? ക്രൈസ്തവ വിശ്വാസികളുടെ, ക്രിസ്തു മക്കളുടെ, സേവകരുടെ, സുവിശേഷന്മാരുടെ, മിഷണന്മാരുടെ ചെരുപ്പ് തുടച്ചതിൻ്റെ ദൈവം തന്ന പ്രതിഫലമാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ കർത്താവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഇടയിൽ സാധാരണ പറയാനുള്ള ഒരു കാര്യം, നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ സുവാർത്തയുണ്ടോ? ഒന്ന് പത്രം എടുത്താൽ നോക്കി എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ദൈവമേ, ഇല്ല. കർത്താവ് പറഞ്ഞു, പിന്നെ നീ എന്തിനാ, വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം ആഫ്റ്റർ ദീസ് തിങ്സ്? യു ഹാവ് ദ ഗുഡ് ന്യൂസ്, ഗോ ബാക്ക് ടു ഇന്ത്യ. സുവാർത്തയുടെ വക്താവായിട്ട് നീ മാറണം. നിനക്ക് എഴുതാനൊക്കെ കഴിയും. ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പഠനം നൽകി, അനുഭവങ്ങൾ നൽകി, എക്സ്പീരിയൻസ് നൽകി തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ വന്നു. ആ സമയത്താണ് GLS ഞാൻ ഒരു മാനേജിങ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. അവിടെ 12-13 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതായത് ഒരു സെക്കുലർ മാധ്യമ രംഗത്ത് നിന്ന്, അതെ, അതിലും നല്ല വാർത്ത അല്ലേ, അതിന്റെ സുവാർത്തയുടെ പ്രവർത്തകനാകുവാൻ. കാരണം നമ്മുടെ സെക്കുലർ അന്ന് ഞാൻ ടൈംസിലും മനോരമയിലും ഒക്കെ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഞാൻ സെക്കുലർ പൂർണ്ണമായിട്ട് വിട്ടില്ല. ഇപ്പോഴും ചിലർ അവരാവശ്യപ്പെട്ടാൽ ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാറേ, ഈ അടുത്ത സമയത്ത് മണിപ്പൂർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാറ് വളരെ ബോൾഡായിട്ട് പിന്നെ സെക്കുലർ മാധ്യമങ്ങളിൽ വന്ന്, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളിൽ വന്ന് ശരിക്കും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ 1-2 വീഡിയോ, കരൺ താപ്പറുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു. കരൺ താപ്പറൊക്കെ ഇന്ത്യയിലെ മാധ്യമ രംഗത്തെ ഏറ്റവും ഉന്നതന്മാരാണ്. ഒരുമായിട്ടുള്ള ആ ഇന്റർവ്യൂവിൽ സാർ വളരെ ബോൾഡായിട്ട് മണിപ്പൂരിന്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ ബോൾഡ്നെസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരു പ്രത്യേകമാകുന്ന ഒരു സന്ദേഹത്തിന്റെ പിടിയിൽ കഴിയുന്ന ഒരു കാലമാണല്ലോ. ആ സമയത്തും ഒരു പക്ഷേ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ അനുഭവം എഴുതിയല്ലേ? ഞാൻ ഇത് പറഞ്ഞില്ലേ, ഞാൻ അനുഭവം എഴുതുകയല്ല, ജീവിക്കുമായിരുന്നു. ഞാൻ ആ സഹോദരി എൻ്റെ വീട്ടിൽ വന്നിരുന്നു, മകളും കൂടെ ഇവിടെ വന്നു. എൻ്റെ ഇരിപ്പുണ്ട്, ഫോട്ടോ ഇരിപ്പുണ്ട്. അന്ന് ഞാനിവിടെ വന്നു. ഞാൻ അവിടെ അതിൻ്റെ ഇടയ്ക്ക് 2000 വേൾഡ് ക്രിസ്ത്യൻ ബുക്ക് ഫെയർ ഓർഗനൈസ് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവിടെ സഹോദരി വന്നിരുന്നു. ഒരു വലിയ സംഭവമായിരുന്നു. ഇവിടെ വന്ന് അദ്ദേഹം പത്രപ്രവർത്തകർ വന്നു. എൻ്റെ വീട്ടിൽ ഒത്തിരി പത്രപ്രവർത്തകർ വന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ ഈ പുസ്തകത്തോടു കൂടി ഇന്ത്യ മൊത്തം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് എൻ്റെ ഉദ്ദേശം. ഒന്ന്, ക്രൈസ്തവർക്കൊരു ബോധവൽക്കരണം. കഷ്ടത വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ധൈര്യമായിട്ട് നിൽക്കണം. ദ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദി സീഡ് ഓഫ് ദി ചർച്ച്, അല്ലേ? ക്രൈസ്തവ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. അതുമാത്രമല്ല, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അന്ത്യകാലത്ത് ഭീഷണികൾ വരും, നിങ്ങൾക്ക് പീഡനങ്ങൾ വരും. പൗലോസ് എന്താ പറഞ്ഞത് തിമോഥെയോസിന് എഴുതിയപ്പോൾ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളെ ഉത്തേജിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക,
കരുത്തനാം അവൻ കരുത്തനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിരിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിടാ എന്ന് പാടി അവരെ ശക്തിപ്പെടുത്തുവാനുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതിന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുക. കാരണം അത് മുതൽ കഴിഞ്ഞ 25 വർഷം എന്താ സംഭവിച്ചത്? ബഹുസ്വരമായ ഒരു ദേശം, മതനിരപേക്ഷതയുള്ള ദേശം, എല്ലാവരും ഒന്നിച്ച് സബ്കാ സാത്ത് എന്ന് പറയുന്ന ഒരു ദേശം. ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ ഏതിൻ്റെ പേരിലാണ് അവർ പ്രതിജ്ഞ എടുത്തത്? നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ കാസ്റ്റ്, കളർ, ക്രീഡ്, മതത്വമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ പ്രതിജ്ഞ എടുത്തവർ എന്തിനാ ഇപ്പം നമ്മളെ ചുട്ടരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാനിപ്പോൾ കൊണ്ട് നടക്കുന്നതല്ല ഇതാ പ്രിയാമ്പിൾ. എൻ്റെ പുസ്തകം ഇന്ന് എപ്പോഴും എൻ്റെ കയ്യിൽ ബൈബിളും ഇതും കാണും. അത് മാത്രമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 മുതൽ 34 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതും കൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. എന്താ നമ്മുടെ ഇതിൽ എഴുതിയിരിക്കുന്നത് പറയട്ടെ. ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ നാം വായിക്കണം. ഇത് മാത്രം പോലീസുകാരനെ കാണിച്ചാൽ മതി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic to secure to all citizens justice, liberty, equality, fraternity, നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. എല്ലാവർക്കും യാതൊരു വ്യത്യാസമില്ല. നിറവ്യത്യാസമില്ല, കളർ വ്യത്യാസം, പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ല. ഇതിൻ്റെ മേൽ പ്രതിജ്ഞയെടുത്ത മന്ത്രിമാരിന്ന് എന്താ ചെയ്യുന്നത്? എന്താ നമ്മുടെ ചുറ്റും കേൾക്കുന്നത്? നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ. ഇന്ന് ഇന്ത്യയിൽ ആവറേജ് 4 അക്രമങ്ങളാണ് നടക്കുന്നത്. എന്തിനാ? ഉത്തർപ്രദേശത്ത് ബൈബിളും കൊണ്ട് നടന്നാൽ അറസ്റ്റ്. 140-ലധികം FIR ഇപ്പോൾ ബെയിലിങ്ങിൽ കേസ് കിടക്കുകയാണ്. 60-ലധികം പേര് ജയിലിലുണ്ട്. അതെ, എന്തിനാ? നമ്മൾ എന്ത് ചെയ്തു? ഞാനൊന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. ഡിസംബർ 25-ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആദ്യമായിട്ട് 10 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, ക്രിസ്മസ് സന്ദേശം ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹം പറയാം? 3 കാര്യം പറഞ്ഞു. ഒന്ന്, പുള്ളി പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗൈഡിങ് സ്റ്റാർ ഓഫ് ഇന്ത്യ, ഹിസ് മിഷൻ ആൻഡ് ലൈഫ്. യേശു ക്രിസ്തു ജീവിതവും സന്ദേശവും ഭാരതത്തിൻ്റെ ഗൈഡിങ് സ്റ്റാറാണ് എന്ന് പറഞ്ഞു, നയിക്കുന്ന പ്രകാശമാണെന്ന് പറഞ്ഞു. പിന്നെ താൻ പറഞ്ഞത് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഈസ് അമേസിങ്, അതുല്യമാണ്. ക്രൈസ്തവരുടെ സംഭാവന വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, മറ്റ് സാമ്പത്തിക സാമൂഹ്യ പരിവർത്തന രംഗത്ത് അവരുടെ സേവനങ്ങൾ, സംഭാവനകൾ അതുല്യമാണ്. 4, നോൺ വയലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഗാന്ധിജിയും CF ആൻഡ് മറ്റു ചില മിഷണറിമാരുമായിട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിൻസിപ്പൽ രുദ്രയുടെ വീട്ടിൽ വെച്ചാണ് അത് ഉരുത്തിരിഞ്ഞത്, അതിന് രൂപം നൽകിയെന്ന് പോലും പറഞ്ഞു. ഓർത്ത് നോക്കുക. ആ നോൺ വയലൻസ് എവിടെ നിന്നാണ് വന്നത്? ബൈബിളിൽ നിന്നാണ് വന്നത്. സെർമൺ ഓൺ ദി മൗണ്ട് ഗാന്ധിജി പഠിപ്പിച്ചിരുന്നതാണ് അല്ലേ? ഗാന്ധിജി പഠിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, എന്തിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കും? എന്തിന്? the nation has the right to know why this is happening. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഞാൻ മണിപ്പൂരിൽ 2 പ്രാവശ്യം പോയി ബ്രദറെ. വളരെ ദുർഘടമായൊരു യാത്രയായിരുന്നു. ദൈവം ഞങ്ങളെ എവിടെ തോക്കിൻ്റെ മുനയ്ക്ക് കീഴ്ക്കിടെ ഞങ്ങൾ വന്നത്. എൻ്റെ കൂടെ 2-3 TV-കാരൊക്കെ ഉണ്ടായിരുന്നു, വന്നു, ഇൻ്റർവ്യൂ ചെയ്തു. അതുകൊണ്ട് ധാരാളം ആൾക്കാർ വിവരം അറിയാൻ തുടങ്ങി. അതിൽ വളരെ ഇറ്റ്സ് എ ഫോൾസ് നരേറ്റീവ്. ഒരു വ്യാജ കഥ ഇറക്കിയിരിക്കുകയാണ്. 2 വംശങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, അതല്ല അവിടുത്തെ പ്രശ്നം. ഇത് മനഃപൂർവ്വം ക്രിസ്ത്യാനികളെ ചുട്ടരിക്കാനുള്ള, തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് പ്രോഗ്രാം. അല്ലെങ്കിൽ എന്തിന് മെയ്തേയ് വർഗ്ഗക്കാർ മെയ് 3-ാം തീയതി 36 മണിക്കൂറിൽ ഇംഫാൽ സിറ്റിയിലെ 249 പള്ളികൾ ചുട്ടരിച്ചു, തകർത്തു. എന്തിനാ? അത് മെയ്തേയ് ചർച്ചസാണ്. കുക്കികൾ അവിടെ മലകളിലാണ്. ഏകദേശം 1000-ഓളം ക്രിസ്ത്യാനികളെ കൊന്നു. 800-ലധികം സഭാകോടുകൾ തച്ചുടച്ചു. ഇന്നത്തെ മനോരമ നിങ്ങൾ വാങ്ങിച്ചു നോക്ക്, ഡീറ്റെയിൽസ് ഉണ്ട് മണിപ്പൂരിനെ പറ്റി. ഇന്നത്തെ മനോരമയിലുണ്ട്.
വിശദമായ ഒരു ഒരൊറ്റ പേജ് വാർത്തയാണ്. 60,000-ത്തിലധികം പ്രിയപ്പെട്ടവർ ഇന്ന് കാട്ടിലാണ് പ്രിയപ്പെട്ടവരെ. എന്താ മനോഹർ തന്നെ പറയുന്നത്? ഏതെങ്കിലും ഒരു ഗോത്രവർഗക്കാരുടെ മാത്രമല്ല, രണ്ട് വിഭാഗത്തിലുള്ളവരുടെ പള്ളികളും കത്തിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ, ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള ഞാൻ ചോദിക്കട്ടെ ബ്രദറെ, പ്രശ്നം ഏത് റയറ്റ്സും 5-6 മണിക്കൂറിനുള്ളിൽ നിർത്താനേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത്ര നമ്മുടെ ഗവൺമെൻറ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അശക്തരാണോ? ഇത് പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തിൽ 4ാമത്തെ ശക്തിയായിട്ട് എന്നാ പറയുക, ഡിഫൻസിന് 4ാമത്തെ സാമ്പത്തികമായ മുതൽ മുടക്കിയിരിക്കുന്നത് ലോകത്തിൽ ഇന്ത്യ. എന്ത് ചെയ്യും നമ്മുടെ ഡിഫൻസ് കൊണ്ട്? എന്താ പ്രയോജനം? ഒരു ഡിഫൻസ് ഒരു ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു 6 മണിക്കൂറുണ്ട് ഞാനിത് നിർത്തിത്തരാം. 6 മണിക്കൂറുണ്ട്. എന്ത് പറ്റി? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു വാക്ക് പറയാനൊക്കത്തില്ല. തൻ്റെ മൗനം എന്താ? ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ അങ്ങയുടെ സഹോദരിമാരാ. എന്നും രാവിലെ നമ്മൾ അങ്ങനെയല്ലേ വളർന്ന്, മോദി ഉൾപ്പെടെ ഇന്ത്യക്കാരാണ്, ഭാരതീയരെല്ലാം ഞങ്ങളുടെ സഹോദരന്മാർ. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ ക്രൈസ്തവ താണ്ഡവം അവസാനിപ്പിച്ച് മതിയാവും. 27 സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്തുവനുകളെ ഒതുക്കി നശിപ്പിക്കുകയാണ്. ബൈബിൾ എന്ത് ചെയ്തു? അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, ഞാൻ പറയാം ബൈബിൾ എന്താ ചെയ്തെന്നു. നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് അവസാനം വരാം. അതിനു മുമ്പേ നമ്മൾ ജീലസിലേക്ക് വന്ന ആ ഒരു അനുഭവം വരെ വന്നു. ജീലസിലേക്ക് വന്ന ആ ഒരു അനുഭവം വരെ, അതായത് ഒമാനിൽ നിന്നൊരു സെക്കുലർ ഒരു പത്രപ്രവർത്തകനിൽ നിന്ന് ജീലസിലേക്ക് വരുന്നു. പിന്നീടുള്ള ജീവിതാനുഭവങ്ങൾ, മറക്കാനാവാത്ത പേഴ്സണൽ അനുഭവങ്ങൾ കുറച്ച് കേൾക്കണമെന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കാലഘട്ടത്തിലെ ആനുകാലിക വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ GLS-ൽ 14 വർഷം ഉണ്ടായിരുന്നു. നല്ല ഈ പുസ്തകങ്ങൾ ഉൾപ്പെടെ ധാരാളം നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ദൈവത്തിനുള്ള കൃപ നൽകി ധാരാളം ട്രാക്റ്റുകൾ. ഞാൻ ലിറ്റ് ഫ്ലഡ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തന്നെ ഇട്ടു. ടാർഗറ്റോറിൻ്റെ ട്രാക്റ്റും ബുക്ക്ലെറ്റ്സിലും ഇറക്കി. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ള വളരെ സന്തോഷമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു. എന്നാൽ പരിമിതികൾ കണ്ടപ്പോൾ, കൈകൾ ബന്ധിക്കപ്പെടുന്നു എന്നൊരു തോന്നിയപ്പോൾ ഞാൻ പോന്നു. അവിടെ വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് തിന്നാം. പക്ഷേ അതൊന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് സ്വന്തമായ വീടൊന്നുമില്ല, പക്ഷേ ദൈവം കരുതുന്നവനാണ്. ഞാൻ GLS എനിക്ക് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ഞാൻ എന്താണ് മുന്നോട്ടെന്നറിയാതെ അവിടെ വിട്ടു. എന്നാൽ എൻ്റെ ഒരു സഹോദരിക്ക് സാന്തക്രൂസിൽ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ താമസിച്ചോളാൻ പറഞ്ഞു. 24 വർഷമായിട്ട് അവിടെ താമസിക്കുക. ആ സഹോദരിയും കുടുംബവും ആഗ്രയിൽ കർത്താവിൻ്റെ വേലക്കാരാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ഒരനുഭവം മാത്രം ഞാൻ പറയുകയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ പത്രപ്രവർത്തനത്തേക്ക് പോകട്ടെ എന്ന് ചിന്തിച്ചു. GLS വിട്ടപ്പോൾ ഒരു 3 ദിവസം ഇതിൻ്റെ ടെറസിൽ പോയിട്ട് കർത്താവുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോകട്ടെ എന്നുള്ള ചിന്തയായിരുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് വഴി കാണിച്ചു. അപ്പോൾ തിരിച്ചു പോകാമെന്ന് ചിന്തിക്കുമ്പോൾ 3ാമത്തെ ദിവസം ഞാൻ വ്യക്തമായ ഒരു ഉൾവിളിയാണ് കേട്ടത്. ഒരു ചോദ്യമാണ്. നീ മസ്കറ്റിൽ നിന്ന് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആരാ? അങ്ങാണ്. നിനക്ക് സാഹിത്യരംഗത്തുള്ള അനുഭവങ്ങളും പരിചയങ്ങളും തന്നിയത് ആരാ? അങ്ങാണ്. ഇത്രയും നിന്നെ നടത്തിയത് ആരാ? ചോദ്യം അങ്ങാണ്. അപ്പോൾ ചോദിച്ചാൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? കർത്താവിൻ്റെ ചോദ്യമാണ്. ഉണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദെൻ യു കണ്ടിന്യൂ ദിസ് ലിറ്ററേച്ചർ മിനിസ്ട്രി. എന്താണെന്ന് എനിക്ക് തോന്നില്ല. നീ ക്രൈസ്തവ സുവിശേഷീകരണത്തിന്, സാഹിത്യ സുവിശേഷീകരണം, അതാണ് നിൻ്റെ യുവർ കോമ്പിറ്റൻസ് ആൻഡ് യുവർ ക്രെഡൻഷ്യൽ. അത് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് നിർത്തുക. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ വീട്ടിൽ സാധാരണ വിശ്വാസികളും അല്ലാത്തൊരു സുവിശേഷന്മാർ വീട്ടിൽ വരും. അവർക്ക് ആഹാരം കൊടുക്കാനും അവർക്കൊരു കൂട്ടായ്മ കൊടുക്കാനും എനിക്കുണ്ടായിരിക്കണം. 2, ആഹാരം ഞാൻ പട്ടിണിരുന്നാലും എൻ്റെ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല. 3, ആരോട് ഞാനൊരു മിനിസ്ട്രി ചോദിക്കത്തില്ല, ഒരു പൈസ പോലും ചോദിക്കത്തില്ല. എൻ്റെ ശുശ്രൂഷകൾക്കും ഞാൻ ആരോടും ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെല്ലാം ചെയ്യണം. ഞാൻ കേട്ട ശബ്ദം പറയട്ടെ ബ്രദറെ. ഇതാ പറഞ്ഞത്, യു ഡു മൈ ബിസിനസ്, ഐ വിൽ ഡു യുവർ ബിസിനസ്. ബ്രദറെ 24 വർഷമായി, ഒന്നിനും കുറവായിട്ടല്ല. ഞാൻ ബ്രദറെ 27 പുസ്തകങ്ങൾ രചിക്കാൻ ദൈവം തയ്യാറാക്കി. 5000 മുതൽ ഓരോ ലക്ഷം കോപ്പികൾ വീതം 10ഉം 16ഉം ഭാഷകളിൽ വെളിയിൽ പോയി. ഇതൊന്നും പൈസയില്ല. ഇതിന് ഇറ്റ്സ് നോട്ട് എ കൊമേഴ്സ്യൽ എൻഡവർ. അനേകരെ കർത്താവിലേക്ക്
നേടുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി മാറി. അത് മൂന്ന് കാര്യത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന്, ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണെന്ന് തെളിയിക്കണം. സെക്യുലർ വേൾഡിൽ ഇപ്പോൾ ബൈബിൾ ചരിത്ര പുസ്തകമാണ്, അത് പ്രവചനവുമാണ്. ഇറ്റ്സ് ഹിസ്റ്ററി ആൻഡ് പ്രോഫസി. രണ്ട്, ബൈബിൾ ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ബുക്ക്. അത് ദൈവത്തിൻ്റെ വാക്ക്. ദൈവം ഇതൊരു ഐ കോൾ ഇറ്റ് എ മേക്കേഴ്സ് മാനുവൽ ഫോർ മാൻകൈൻഡ്. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഓപ്പറേഷൻ മാനുവലാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സി വാട്ട്സ് എ പ്രോബ്ലം വിത്ത് ദ വേൾഡ് ടുഡേ? വി ആർ മേക്കിംഗ് എ മെസ് ഓഫ് അവർ ലൈഫ് ബിക്കോസ് വി ഹാവ് റിജക്റ്റഡ് ദിസ് മാനുവൽ. അല്ലേ? ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ മാനുവൽ ഇല്ലാതെ അത് പ്രവർത്തിക്കാൻ നോക്കുമോ? അപ്പോൾ ബൈബിൾ വേണ്ട, അത് ക്രിസ്ത്യാനിയുടെ പുസ്തകം, സ്പിരിച്വൽ പുസ്തകമാണ്, ഒരു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അതാ പറ്റിയത്. ഇന്ന് ലോകത്തിലെ മനുഷ്യന് ഭാവി അറിയണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതം സമൃദ്ധമാകണമെന്നുണ്ടെങ്കിൽ, അവന് ആത്മീയമായ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പുസ്തകമുള്ള ബൈബിൾ, വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം അതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നാളുകളെല്ലാം ചെയ്യുന്നത് ടു ബ്രിങ് പീപ്പിൾ ബാക്ക് ടു ദ ബൈബിൾ. സാധാരണക്കാരുടെ ഇടയിൽ ബൈബിൾ ഇന്ന് പ്രസക്തമാണ് എന്ന് പറയുന്നത്. ദ റെലവൻസ് ഓഫ് ബൈബിൾ ടു യുവർ ലൈഫ് ആൻഡ് ടു മോഡേൺ ലൈഫ്, മോഡേൺ വേൾഡ്, അതാണ് എൻ്റെ ഉദ്യമം മൊത്തം. ഞാനതാണ് ഇപ്പോൾ ബൈബിൾ അധിഷ്ഠിതമായ പുസ്തകങ്ങളാണ് ഞാൻ എഴുതുന്നത്. ബൈബിളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. അത് വിശ്വാസമില്ലാത്തവരോട് ഇതാ നിങ്ങൾ ബൈബിൾ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് കേൾക്കണ്ട, ബൈബിൾ വായിച്ചാൽ മതി. അല്ലേ? ദൈവനിശ്വാസ്യമാണ്. അത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇസ് ഗോഡ്സ് വോയിസ് ഇൻ മാൻസ് വൊക്കാബുലറി. ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യൻ്റെ വാക്കുകളിൽ. ഭാഷ മനുഷ്യൻ്റേതാണ്, ദൈവത്തിൻ്റെ വാണിയാണ്, ദൈവവാണിയാണ്, വേദമാണിത്. രണ്ട്, ഇത് നിന്റെ കൈപ്പുസ്തകമാണ്. മൂന്ന്, ചരിത്രം. മൂന്ന് ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിക്കും. ഞാൻ ഇപ്പോഴെവിടെയാണ്? ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ത്? രണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? ഈ കാതലായ പ്രശ്നം, ഇതിന് മറുപടി നമുക്ക് ബൈബിളിലല്ലേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമല്ലേ ഉള്ളൂ. അതാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ബ്രദറെ, അവിശ്വാസികളായ യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്തവർക്ക് ബൈബിൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ചരിത്ര പുസ്തകമായിട്ട് ഭാവി കാര്യങ്ങൾ, അത് ഞാൻ പിന്നീട് ഭാവി കാര്യങ്ങൾ പറയുക. രണ്ട്, നോമിനൽ ക്രിസ്ത്യൻസിനെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുക. ബൈബിളിൻ്റെ ആധികാരികതയും അതിൻ്റെ ധന്യതയും മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുക. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുക. തേനിലും മധുരം വേദമല്ലാതിൻ ഏതുണ്ട് തോഴാ നീ, സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു കേൾക്കുക നീ. അല്ലേ? സെവൻ സാർ പാടിയത് അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നോൺ ക്രിസ്ത്യൻസ്, നോമിനൽ ക്രിസ്ത്യൻസ്, ദെൻ ക്രിസ്ത്യൻസിന്, ബോൺ അഗെയിൻ ബിലീവേഴ്സിന് ഇതങ്ങോട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ലോകം മൊത്തം ഇത് എത്തിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. അവരെ വചനത്തിൽ ഉറപ്പിക്കുവാനുള്ള പുസ്തകങ്ങൾ എഴുതുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഐ റൈറ്റ് ആൻഡ് ടോക്ക് അറൗണ്ട്. പ്രത്യേകിച്ച് സാറേ, ഈ കാലഘട്ടത്തിൽ ഈ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി വേദപുസ്തകം ചരിത്രപരമായിട്ട് ശരിയല്ല, സയന്റിഫിക്കായിട്ട് ശരിയല്ലെന്ന് പറയുന്ന ഒത്തിരി ചിന്താധാരകൾ, നിരീശ്വരവാദ ആർഗ്യുമെന്റ്സ് ഒക്കെ ഒത്തിരി ഉയരുന്നൊരു സമയമായി അല്ലേ? അങ്ങനെയുള്ള ഒത്തിരി, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള വലിയൊരു പ്രചാരണം ഉണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, സ്വർഗത്തിലൊന്നും ചെയ്യാത്ത ദൈവം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വെക്കുമെന്ന്. എന്തൊരു അസംബന്ധമാണ് പറഞ്ഞത് സന്തോഷ് ജോർജ് പറഞ്ഞത്. സന്തോഷ് ജോർജ് കുളങ്ങര. നമ്മുടെ ചാനലിൽ നമുക്ക് പാഠഭേദം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് ഞാനിങ്ങനെയുള്ള ആനുകാലിക വിഷയങ്ങളെ പരാമർശിക്കുന്ന ഒരു സെഷൻ, അതിനകത്ത് അത് ചെയ്യണം എന്ന് ഓർത്തത്. എന്നാൽ ഒത്തിരി ആളുകൾ അതിനോട് പ്രതികരിച്ചത് കൊണ്ട് പിന്നെ ഭംഗിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു. അല്ല, അത് പറയട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കർത്താവ് മത്തായി 24 എന്നാ പറഞ്ഞത്? അന്ത്യകാലത്ത് വഞ്ചകർ വരും, ഫോൾസ് ടീച്ചേഴ്സ് വിൽ കം. വഞ്ചകരും തെറ്റായ ദുരുപദേശക്കാരും ധാരാളം കൂടും. അതല്ലേ ഉള്ളൂ. അത് ക്രിസ്തുവിൻ്റെ പേരെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി. അത് ഞാൻ പിന്നീട് ആ വിഷയം സംസാരിക്കാം. ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്, 400 പേജുണ്ട്. ഈ വിഷയം ഞാൻ പറയുന്നത്, പേര് പറയാം. കേരളത്തിലെ ഒരു ബൈബിൾ സ്കൂളിൽ ഞാൻ പ്രസംഗിച്ചു. ഇപ്പോൾ പഠിപ്പിക്കുക 2.5 മണിക്കൂർ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ, ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിളെ, വാട്ട് യു ആർ സേയിങ്, 1000 ആണ്ട് നമുക്ക് വാഴ്ച ഇവിടെ ഉണ്ടെന്ന് പറയുന്ന അങ്കിളുടെ ഇറ്റ്സ് എ സ്പെക്കുലേഷൻ ഓഫ് യുവർ മൈൻഡ്.
അങ്കിളിൻ്റെ ഭാവനയാണ് ആയിരമാട് നമ്മൾ വാഴുന്നത്. എനിക്കങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ഞാൻ അല്പം പരുഷമായിട്ട് സംസാരിച്ചു, ബ്രദർ ഇവിടെ പഠിപ്പിക്കാൻ യോഗ്യനല്ല ബ്രദർ. ഞാൻ ഒന്നും പറഞ്ഞു, ദയവ് ചെയ്ത് ബ്രദർ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. ഇത് മൊത്തം ബൈബിൾ അടിസ്ഥാനമാണ്. അങ്ങനെയുള്ള ശബ്ദങ്ങൾ നിരീശ്വരവാദ കൂട്ടങ്ങളിൽ നിന്നല്ല വേർപെട്ടവരെന്ന് എനിക്കതാ ഞാൻ ബ്രദറെ ഒരു സുവിശേഷ വിഹിത ബൈബിൾ സ്കൂളായിരുന്നു. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുത്തരും ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓർത്തു നോക്ക്, എവിടെ ക്രിസ്തു, എവിടെ വചനം, അതിന്റെ ആത്മാർത്ഥത എവിടെ? അയ്യോ ദൈവമേ. അപ്പോ അപ്പോസ്തലൻ തന്നെ പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് അപ്രകാരമുള്ള പരിഹാസികൾ വരും. അവരുടെ ചിന്ത സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകം എങ്ങനെ ഇരുന്ന് അതുപോലെ അങ്ങ് പോകുന്ന. അതെ. എന്നാൽ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്നുള്ളത് ഒരു മനഃപൂർവ്വം മറന്നു കളയുകയാണ്. എന്തൊരു സംഭവം ഇപ്പോഴത്തെ ചുറ്റുമുള്ള സംഭവങ്ങൾ കണ്ട എന്റെ കർത്താവിന്റെ വരവ് അടുത്തില്ലേ കർത്താവ്, ഇത് കൂടുതൽ എന്താ വേണം? അതെ അത് പിന്നെ നമുക്ക് സംസാരിക്കാം. കാല സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. അതിനെ നമുക്ക് വിവേചിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ മതി. നിസാരനാകുന്ന മനുഷ്യൻ സത്യത്തില് മനുഷ്യനൊന്നുമല്ല. ആ മനുഷ്യനാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, വേദപുസ്തകത്തെ വെല്ലുവിളിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഒരു റെലവൻസ് തികച്ചും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ സാമൂഹ്യ മാറ്റത്തിന് വേദപുസ്തകം കാരണമായി തീർന്നതൊക്കെ സാർ വളരെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് എടുത്തു പറയാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒക്കെ വേദപുസ്തകത്തിന് വന്ന ഒരു മാറ്റവും സ്വാധീനത്തെ കുറിച്ചൊക്കെ, ഭാഷയ്ക്ക് തന്നെ അല്ലേ, ഇന്ത്യൻ ഭാഷയ്ക്ക് തന്നെ. ഇത് പറയാൻ തുടങ്ങിയ മണിക്കൂറുകളാണ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ വിഷയം കൊണ്ടാണ് നടക്കുന്നത്. 1000 പേജുള്ള പുസ്തകമാണ്. 1000 പേജുള്ള ലെറ്റ് ദെയർ ബി ഇന്ത്യ, ആധുനിക ഭാരതം, ബൈബിളിന്റെ സൃഷ്ടി, അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് ലോകത്തിലെ വൻകിട ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ 32 രാജ്യങ്ങളിൽ പോയി, ലൈബ്രറികളിൽ പോയി ഞാൻ ഗവേഷണം നടത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള ഒത്തിരി ലൈബ്രറികളിലൊക്കെ പോയി ദീർഘമാസങ്ങൾ താമസിച്ചാണ് ഞാൻ ഈ ഗവേഷണം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ദൈവകൃപയാൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ എന്നെ സെമിനാറിന് വിളിക്കാറുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും നാഗ്പൂർ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഒത്തിരി യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിൽ സെമിനാറുകൾ എടുക്കാറുണ്ട്. എൻ്റെ വിഷയം മൈ PhD ഈസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാശാസ്ത്രത്തിലാണ്. ഈയിടെ ഡാലസ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്നൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ ലോകത്തിലെ മേൽത്തരമായ യൂണിവേഴ്സിറ്റികളിലെ, കാരണം ഇത് ലിംഗ്വിസ്റ്റിക്സാണ്. അതിനുള്ള കാരണമുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ തന്നെ ബൈബിൾ പ്രവർത്തകരാണ് ഉണ്ടാക്കിയത്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സാണ് ഉണ്ടാക്കിയത്. ഇന്ന് 7150 ഭാഷകളിൽ, ഇന്ന് നമുക്ക് 3200 ഭാഷകളിൽ ബൈബിളുണ്ട് വേറെ. 2600 ഭാഷകൾ ട്രാൻസ്ലേഷൻ നടക്കുകയാണ്. ഇന്ത്യയിൽ 1652 ഭാഷകളിൽ 200-ലധികം ഭാഷകൾക്ക് ലിപി നൽകിയത്, ബൈബിളിൻ്റെ ഭാഗങ്ങൾ നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാണ്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സാണ്. ഇന്ന് 180 ട്രാൻസ്ലേഷൻ നടക്കുകയല്ലേ ബ്രദറെ. അപ്പം ഞാൻ ചെയ്തത്, ഈ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഭാഷകൾ വികസിപ്പിച്ചു. 200 ഭാഷകൾക്ക് ലിപി നൽകിയെന്ന് ഞാൻ പറയുന്നു. ഇപ്പം 180 നൽകിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷയ്ക്കും ആധുനിക ലിപിയില്ല. നമുക്ക് വാമൊഴിയായിരുന്നു, വരമൊഴിയില്ല. വരമൊഴിയില്ലാതെ, അക്ഷരങ്ങളില്ലാതെ, ലിപിയില്ലാതെ വായിക്കാൻ ഒക്കുമോ ബ്രദറെ? അത് സംവേദനം ചെയ്യാൻ ഒക്കുമോ? ഒക്കത്തില്ലല്ലോ. അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഒക്കുമോ? പത്രം അടിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ് ആദ്യത്തെ ചെയ്തത് 11 മേഖലകളിലാണ് ഞാൻ ചെയ്തത്. ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ. 1, ഭാഷകളുടെ വികാസം, പരിണാമം. തുടങ്ങി വെക്കാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. 1, ആധുനിക ലിപി നൽകിയതായത്, ഡിക്ഷണറി നൽകിയത്, ഗ്രാമർ നൽകിയത്, ലിംഗ്വിസ്റ്റിക് ഭാഷാശാസ്ത്ര പഠനങ്ങൾ നൽകിയത്, ഫ്രം ലാംഗ്വേജ് ടു ലിറ്ററസി സാക്ഷരത നൽകിയത്, സാഹിത്യം ലിറ്ററേച്ചർ നൽകിയത്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലിറ്ററസി. അത് കഴിഞ്ഞ് കോളേജ് തുടങ്ങി, യൂണിവേഴ്സിറ്റി തുടങ്ങി, ആതുരാലയങ്ങൾ തുടങ്ങി, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനങ്ങൾ നടത്തി. ഈ മേഖലകളിലെല്ലാം ഞാൻ ചെയ്തു. 11 മേഖലകളിലെ ഗവേഷണമാണ് ഞാൻ ചെയ്തത്. അനിശ്ചിത്യമായ ചരിത്രത്തിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്ന ആർക്കും എതിര് പറയാനൊക്കത്തില്ല. കാരണം വ്യക്തമായ തെളിവുണ്ട്. ഉദാഹരണത്തിന് മലയാളം. മലയാളത്തിൽ ആധുനിക ലിപി നൽകിയത്, ആദ്യത്തെ പ്രോസ് ആയിരുന്നു നൽകിയത് 1811
റംബാൻ ബൈബിൾ അല്ലെങ്കിൽ ബുക്കാനൻ ബൈബിൾ എന്ന് പറയുന്ന കായംകുളത്ത് റംബാനും തിമ്മാപ്പളയും 11 പേര് ചേർന്ന് ചെയ്ത ബൈബിളാണ് ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പ്രോസ് ഗദ്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് 5 കോപ്പി ഉണ്ടായിരുന്നല്ലോ. 5ാമത്തെ കോപ്പി ഞാൻ എൻ്റെ ഗവേഷണത്തെ കണ്ടുപിടിച്ചു. മൈലപ്രായിൽ എൻ്റെ അനന്തരവൻ ജോർജ് കോഷിയുടെ വീട്ടിൽ ഒരു ബൈബിൾ മ്യൂസിയം ഉണ്ട്, അവിടെയുണ്ട്, നിങ്ങൾ പോയാൽ കാണാം. ഒരു 5ാമത്തെ കോപ്പിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ അടിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് 4 സുവിശേഷങ്ങളാണ്. അതിൻ്റെ 5ാമത്തെ കോപ്പി ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ ചോദിക്കുക, ജോർജ് കോശി മൈലപ്പുഴ അനന്തരവനാണോ? എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറിന്റെ മകനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഓ, ഒരു അനുഗ്രഹമാണ്. അദ്ദേഹവും വളരെയധികം ഇടപെടലുകൾ നടത്തുന്ന ഒരു അനുഗ്രഹീതനാകുന്ന ദൈവദാസൻ പ്രവർത്തകരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴാണ് എനിക്കൊരു ശരി. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ബൈബിളിന്റെ ഇടപെടൽ. ഓക്കെ, അപ്പൊ ഒന്ന് ഭാഷകളുടെ വികാസം. അപ്പൊ ഈ മേഖലകളിൽ ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ തുടങ്ങിയതാരാ? 1890 കിൻഡർ ഗാർട്ടൻ തുടങ്ങിയത്, ആ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇറക്കിയത് പണ്ഡിത രമാബായി. ഓക്കെ, പിന്നെ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി. ആദ്യത്തെ യൂണിവേഴ്സിറ്റി തുടങ്ങിയതാരാ? 1818 സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ 1818. അപ്പൊ കിൻഡർ ഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെ ഭാരതത്തിന് നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാ. ഇന്ന് നമ്മുടെ സ്കൂളിൽ, ഞാൻ മണിപ്പൂരിൽ പോയിരുന്നു, 86 വയസ്സുള്ള ഒരു കന്യാസ്ത്രീ സഹോദരിയെ കണ്ടു. പറഞ്ഞു, ഞാൻ 65 വർഷമായിട്ട് മണിപ്പൂരില, ഞങ്ങളുടെ 3 നില സ്കൂള് അവര് വന്നു ബുൾഡോസറോട് നോട്ടച്ചു. 6000 കുട്ടികൾ നോട്ടച്ചു, നശിപ്പിച്ചു, കത്തിച്ചു. UP-യിലെ 100 കണക്കിന് സ്കൂളുകൾ അടപ്പിച്ചു. നമ്മുടെ ഓർഫനേജസ് അടപ്പിച്ചു. വിദ്യാഭ്യാസം നൽകിയ നമ്മളെ ചുട്ടരിക്കുകയാണ്. എനിക്കിതാ വിഷമം. ഞാൻ അങ്ങോട്ട് വിഷമം കൊണ്ട് പറയുക ബ്രദറെ. എന്തിന് ഈ കിരാതം, ബാർബേറിയൻ അവസ്ഥയാണ് ഇവിടെ. ഹിറ്റ്ലറിന്റെ കാലത്തെ ഫാഷിസ്റ്റ് അനുഭവമാണ് ഇവിടെ. ഇത് മാറണം. ഓക്കെ, അപ്പൊ ഭാഷകൾ, അപ്പൊ ലാംഗ്വേജ്, ലിറ്ററേച്ചർ. മലയാളത്തിൽ ഇത് മാത്രമല്ല, ആദ്യത്തെ പത്രം നൽകി. നമ്മുടെ പത്രത്തെ നൽകിയത് എൻ്റെ പുസ്തകം വായിക്കണ്ട, എൻ്റെ സ്നേഹിതൻ വള്ളിക്കാവ് മോഹൻദാസ് ബ്രദറിന്റെ കാണുന്നത് മിഷണറിമാരുടെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകം 400 പേജ് എഴുതിയിട്ടുണ്ട്. PhD-കാർ. അദ്ദേഹത്തിന്റെ PhD 2 PhD, ഒരു PhD ആദ്യത്തെ ഹെർമൻ ഗുണ്ടർട്ട് ഇറക്കിയ രാജ്യസമാജ് ആദ്യത്തെ പത്രത്തെ പറ്റിയ, പിന്നെ പശ്ചിമോദയത്തെ പറ്റിയ. അദ്ദേഹത്തിന്റെ PhD 2 PhD വള്ളിക്കാ മോഹൻദാസ് പുസ്തകങ്ങൾ വായിക്കണം. അല്ലെങ്കിൽ അതുപോലെ ഏബ്രഹാം ബെൻഹറിന്റെ യൂതഭാരതം വായിക്കണം, ചരിത്രമൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചുള്ളൂ. അവിടെയുണ്ട് ക്രൈസ്തവ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ പരിവർത്തനം എന്തെല്ലാം ചെയ്തു. അപ്പോൾ സ്കൂൾ കൊണ്ടുവന്നു. ഈ ആദ്യത്തെ ഹോസ്പിറ്റൽ ആരാ തുടങ്ങിയത്? മിഷണറിമാരല്ലേ? ഇത് പറഞ്ഞാൽ മണിക്കൂറുകൾ പറയേണ്ടി. അപ്പോൾ ഈ മേഖല എല്ലാം ഞാൻ കൈകാര്യം ചെയ്തു. എന്നിട്ട് സാമൂഹ്യ പരിവർത്തനത്തിൽ ഒന്നാമത് മേൽമുണ്ട് സമരം. ഇതെല്ലാം പുസ്തകത്തിൽ നിന്ന് ഇപ്പം മാറ്റി. കേരളത്തിലെ ഒരു ഹൈന്ദവനും ഒത്തിരി നമ്മുടെ വനിതകൾക്ക്, അമ്മമാർക്ക് മേൽമുണ്ട് ഭരിക്കാൻ അവകാശമില്ലായിരുന്നു. അത് അവകാശം കൊണ്ടുവന്നത് ആരാ? ക്രൈസ്തവ മിഷണറിമാരാ. അരുത്, പാടില്ല എന്ന് പറയുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു. അതായത് 4 തട്ടിലായിട്ട് മാറ്റി. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും എന്നുള്ള രീതിയിൽ ക്ഷത്രിയനും എന്നുള്ള നിലയിൽ 4-5 തിരിച്ചിരുന്നു. ഒരു ബ്രാഹ്മണൻ പോകുന്നതും നായരും തമ്മിൽ 120 അടി അകന്നു നടക്കണം അല്ലേ? ഒരു കുറവനും വേറൊരാളും തമ്മിൽ 60 അടി 30 അടി ഇങ്ങനായിരുന്നു. ഹോയ് എന്ന് പറഞ്ഞു പോകണം. എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് നടക്കാനൊക്കത്തില്ല. ഓക്കെ. 2, എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, എനിക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാനൊക്കത്തില്ല, എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനൊക്കത്തില്ല. അടിമത്തമായിരുന്നു നമ്മുടെ പാരമ്പര്യം. മഹത്തായ ഭാരതം എന്നൊക്കെ പറയുന്നത് അടിമത്തമല്ലേ? അടിമത്തമായിരുന്നു. ഈ അടിമത്തത്തെ നാം അവസാനിപ്പിച്ചു. ക്രൈസ്തവ മിഷനാണ്, എൻ്റെ ബൈബിളാണ്, ബൈബിൾ പ്രവർത്തകരാണ് ഈ അടിമത്തത്തെ നിർത്തിവെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ചെയ്തു. വസ്ത്രം ഉടുപ്പിച്ചു, വിദ്യാഭ്യാസം നൽകി. ഇന്നെന്താ 100% നമ്മുടെ സാക്ഷരത. അതിന് കാരണം ആരാണ്? ക്രൈസ്തവ മിഷണറിമാരും പ്രഗത്ഭരായ എൻലൈറ്റൻഡ് റൂളേഴ്സ് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും വളരെ പ്രഗത്ഭരായിരുന്നു. കാരണം അവരുടെ വിദ്യാഭ്യാസമെല്ലാം ക്രൈസ്തവ സ്ഥാപനങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും പോലും ദേവർ എൻലൈറ്റൻഡ് പീപ്പിൾ. അതുകൊണ്ടാണല്ലോ അവിടെ ഈ വർഗസമരമൊന്നും ഇല്ലാത്തത്. കേരളത്തെ പറ്റി ആരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കേരളമായത് വള്ളിക്കാവ് മോഹൻദാസ് പറയുന്നത് പോലെ മിഷണറിമാരുടെ കേരളമാണ്, ബൈബിളിന്റെ കേരളമാണ്.
അപ്പോൾ ഈ മേഖലകളാണ് പിന്നെ ആഹാരം തന്നത്. നമുക്ക് കപ്പ, കാപ്പി, പൊട്ടറ്റോ, ഉള്ളി, കപ്പലണ്ടി, പറങ്കിയണ്ടി, ഇതെല്ലാം തന്നത് ആരാ? കാക്കി വസ്ത്രം തന്നത് ആരാ? കാക്കി വസ്ത്രം ബാസൽ മിഷനാ ഇന്ന് നാം ഉപയോഗിക്കുന്ന, RSSകാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കാക്കി വസ്ത്രം. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഹിന്ദി ഭാഷ മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗാണ് 1876 ഭാഷ 12 തദ്ദേശീയ ബോലി ഭാഷകളെ സ്വാംശീകരിച്ച് നമുക്ക് നൽകിയത്. അപ്പോൾ ഹിന്ദി ഭാഷ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രീയക്കാർ പറയും ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനും ബൈബിളിനുമാണ്. അപ്പോൾ ഹിന്ദി ഭാഷയിൽ നമ്മളെ ചീത്ത വിളിച്ച് നമ്മളെ ചുട്ടരിക്കുക ചെയ്യും. ഇത് നിർത്തണം. ഇതായിരുന്നു ബ്രദർ. ഇത് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു അവസരം അത് തന്നെ പറയാം. ഇങ്ങനെയാണ് ഞാൻ തെളിയിച്ചു. പിന്നെ രാഷ്ട്രീയ രംഗത്ത് എന്തുമാത്രം ഈ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ ശത്രുവിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ബൈബിളിൽ നിന്നല്ലേ പഠിച്ചത്. ബ്രദറൻ വിശ്വാസികളിൽ നിന്നാണ് ഗാന്ധിജി അവർ ഈ സുവിശേഷം മനസ്സിലാക്കി. പുള്ളി 3 പ്രാവശ്യം ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ എന്ന് പറഞ്ഞ് മാറിയായിരുന്നു അദ്ദേഹം ചെയ്തത്. ബ്രദറൻ മിഷണറിമാരുടെ വലിയ ഫ്രണ്ട്സായിരുന്നു. CF ആൻഡ്രൂസിൻ്റെയും സ്റ്റാൻലി ജോൺസിൻ്റെയും ബിഷപ്പ് ബാസ്കം പിറ്റക്കിൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. എൻ്റെ അടുത്ത പുസ്തകം വരുന്നു, അതിലിത് വായിക്കാം. ഗാന്ധീസ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ക്രൈസ്റ്റ്, ദൈവം വെച്ചാൽ ഈ വർഷം ഞാൻ ഇറക്കും. അതിൽ ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഗാന്ധീസ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ പുസ്തകം. ആ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പുസ്തകം എഴുതി എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ വളരെ കർത്താവിന്റെ മടങ്ങിവരവിനോട് അടുത്തൊരു കാലത്ത് നിൽക്കുകയാണ്. എൻ്റെ ഒരു ചിന്ത പറയാം സാറേ. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഈ കാഴ്ചകളൊക്കെ കേവലം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലല്ല, നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് കാണുന്ന കാഴ്ചകളൊക്കെ ആ മടങ്ങിവരവിനെ കുറിച്ച് നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കുന്ന കാഴ്ചകളാണ്. കാലത്തെയും കാലഘട്ടത്തെയും വിവേചിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പുസ്തകം, അതിനകത്ത് വേറിട്ട ചിന്തകൾ എന്താണുള്ളത് സാറിന്? അങ്ങനെ ഒന്ന് അതെ ബ്രദറെ, ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവും ഭാവി കാര്യങ്ങളും ബൈബിൾ പറഞ്ഞ ഉടനെ എല്ലാം ഒരു അവജ്ഞയാണല്ലോ, അവഗണനയാണ്. ഞാനൊരു പത്രപ്രവർത്തനവും ക്രിസ്തു വിശ്വാസിയാണ്. ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇതിന് ബൈബിളില്ലാതെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടോ? അപ്പം ഈ പുസ്തകം ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് 34 അധ്യായങ്ങളിൽ ഞാൻ ചെയ്തത് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് 3ആയിട്ട് തിരിക്കുകയാണ്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതാണ്. അപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി. അപ്പം നാം എവിടെ നിന്ന് തുടങ്ങി? ഒന്ന് ചരിത്രം. അപ്പം അതാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം ചരിത്രം, ഏദൻ തോട്ടം ശരിയാണോ? അത് മുതൽ ഏദൻ തോട്ടം മുതൽ ഇനിയും പാരഡൈസ് റീഗെയിൻ വരെ ഞാനുള്ള സമഗ്രമായ ഒരു സമീപനമാണ്. ആസ് എ ജേർണലിസ്റ്റ് ലുക്സ് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഒരു പത്രപ്രവർത്തകൻ്റെ കണ്ണിൽ കൂടെ ഈ ലോകത്തിലെ രാഷ്ട്രീയ, സാമുദായിക, സാമ്പത്തിക, മതപരമായ വ്യത്യാസങ്ങൾ എങ്ങനെ ലോകത്തെ ബാധിക്കുന്നു, അതാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ എന്തിനാ സൃഷ്ടിച്ചത്? നിങ്ങൾ ഗവേൺ ദ വേൾഡ്, ഭരണം, നിങ്ങൾ ഡൊമിനിയനാണ്. നിങ്ങൾ ലോകത്തെ അടക്കി വാഴേണ്ടവൻ വീണുപോയി. പാപം ചെയ്ത് മനുഷ്യൻ വാഴേണ്ടവൻ വീണുപോയി. എന്നാൽ അവിടെ തന്നെ ജനിസിസ് നമ്മൾ വായിച്ചത് എന്താ പറയുന്നത്? നമ്മൾ വായിക്കുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും. അപ്പോൾ അന്ന് തന്നെ വീണവനെ വീണ്ടെടുക്കുവാനുള്ള ആഗോള പദ്ധതി ദൈവം തീരുമാനിച്ചു. 9 അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ വന്നേ മതിയാവും. 9 രാഷ്ട്രങ്ങൾ ഉണ്ടായി. ആ 9 രാഷ്ട്രങ്ങൾ കനാനൈറ്റ്സ് മുതൽ കനാനൈറ്റ്സ് മുതലുള്ള രാഷ്ട്രങ്ങൾ വന്നിട്ട് ദൈവത്തിൻ്റെ പുത്രൻ വന്നില്ല. എന്നാൽ ജെനിസിസ് 12 അബ്രഹാം എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ ഉദ്ധരിച്ചു. അപ്പോൾ ജെനിസിസ് 12 മുതൽ മാലാഖി 4 വരെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇസ്രായേലിൻ്റെ വിജയവും പരാജയവുമാണ്. എന്നാൽ അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. പറ്റില്ല. കാരണം അവർ എന്താ പറഞ്ഞത്? അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാനിരിക്കും, നീ ലോകത്തിനെല്ലാം അനുഗ്രഹപാത്രമാകും. അപ്പോൾ ജെനിസിസ് ഉൽപ്പത്തി 12 വായിച്ചതിന് ശേഷം നാം നേരെ പോകേണ്ടത് മത്തായി 1 മത്തായി 1 എന്താ കാണുന്നിരിക്കുന്നത്? ദാവീദിന്റെ പുത്രനായ, അബ്രഹാമിന്റെ പുത്രനായ യേശുവിന്റെ ചരിത്രം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അങ്ങനെ ആ വീണ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ വിശകലനമാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പിന്നീടുള്ള പുസ്തകങ്ങളെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. ഞാൻ 50 വർഷമായിട്ട് ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക.
1967 6 ഡേ വാർ മുതൽ ഞാൻ 50 വർഷം, എൻ്റെ ലക്ഷം 300-ലധികം പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ഈ ആകെ ഒരു മുറിയുള്ളൂ, ഇതിൻ്റെ അകത്തെല്ലാം പുസ്തകങ്ങളാണ്. അവിടെ അങ്ങനെ 300-ലധികം പുസ്തകങ്ങളും ആനുകാലിക സംഭവങ്ങളെ ഞാൻ വിശകലനം ചെയ്ത് എഴുതിയ പുസ്തകമാണ്. ഇത് റിലീസ് ചെയ്തത് ഇസ്രായേൽ എംബസിയിലെ കോൺസൽ ജനറലാണ്, ബോംബെയിലെ. അദ്ദേഹം ഇത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ പുസ്തകത്തിൽ, ഞാൻ ക്രിസ്ത്യാനിയാണെന്നറിയാം, നിന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ മശിഹ യെരുശലേം കേന്ദ്രമാക്കി 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. സാറിത് വായിക്കാം, 20 കോപ്പി വായിച്ചു തരുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക, ഓഫീസേഴ്സൊക്കെ വായിക്കുക. അദ്ദേഹം എന്നെ ലിഫ്റ്റിലേക്ക് കൊണ്ടുവിടാൻ വന്നപ്പോൾ, ഞങ്ങൾ സ്നേഹിതരാണ്, വന്നപ്പോൾ ഞാൻ തോളെ തട്ടി പറഞ്ഞു, സാർ, നിങ്ങളുടെ മശിഹ 1000 ആണ്ട് യെരുശലേം കേന്ദ്രത്തിൽ ലോകം മൊത്തം വാഴാൻ വരുമ്പോൾ ഈ മനുഷ്യനും കൂടെ വാഴാൻ കാണുന്നു. ഞാൻ അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരോടും പറയുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്തിനാ 2047 വരെ ഭരിക്കണമെന്നോ? എനിക്ക് എന്തിനാ ലോകം ഭരിക്കുക? എല്ലാ രാഷ്ട്രീയ, രാഹുലും മോദിജി എല്ലാവരും, പിണറായി എല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പോരെ? ഞാനാ ഭരിക്കാൻ പോകുന്നേ. എല്ലാ നാവും യേശു എന്ന്, കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് എല്ലാം മുഴങ്കാലം അടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിഷമിക്കേണ്ട. യേശുവിൽ ഇന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ 1000 ആണ്ട് ഈ ലോകം ഭരിക്കാം. പക്ഷേ ലോകം ഭരിക്കണം, ഇന്ന് വിശ്വസിക്കണം. യേശുവിനെ കർത്താവിന് നിശ്ചിതമായി വിശ്വസിക്കണം. കർത്താവെ, ഞാൻ ഒരു പാപിയാണെന്ന് ഏറ്റുപറയണം. പാപത്തിന് പരിഹാരം അവൻ അന്നാണ് കാൽവരി ക്രൂശിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെടുന്നു പറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ രാജാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ യേശുവിനോടുകൂടെ ഭരിക്കുവാനുള്ള പ്രാപ്തിയുള്ളവനായിട്ട് മാറും. അപ്പോൾ ഈ പുസ്തകത്തിന് വേർപെട്ട ബ്രദറെ, ഇതാണ് ജേർണലിസ്റ്റ്. ആസ് എ ജേർണലിസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഇങ്ങനൊരു പുസ്തകം ഞാൻ എഴുതിയോണ്ടല്ല, എൻ്റെ അത്യധ്വാനം കണ്ണുനീര് ചാലിച്ച് എഴുതിയ പുസ്തകം. ഇതുകൊണ്ട് ധാരാളം. പക്ഷെ അതുകൊണ്ട് ബ്രദറെ, ഈ പുസ്തകം വലിയ പുസ്തകമാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാനൊരു പുസ്തകം എഴുതി, എ ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ. ചെറിയ പുസ്തകം, ഇതിനെ അടിസ്ഥാനമാക്കി, വെറും 100 പേജുള്ളത്. അതിന്റെ മലയാളം ഉണ്ട് ബ്രദറെ. ഇതാ വരുന്നു ഏകലോക നേതാവ്. ശ്രദ്ധിക്കുക, ഇത് ഞാൻ 5000 കോപ്പി അടിച്ച് 5 ഭാഷകൾ കൊടുത്തു കഴിഞ്ഞു. ഇത് 15 ഭാഷകളിൽ 1,00,000 കോപ്പി അടിക്കാനുള്ള ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ 5 ഭാഷ ഇനിയിപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കാൻ. ഇത് ഇന്ത്യ മൊത്തം കൊടുക്കണം. ഇത് ഞാൻ പറയണമെന്നറിയില്ല. ഇത് ഞാൻ റിലീസ് ചെയ്യാൻ കൊടുത്തത് നമ്മുടെ ശ്രീധരൻ പിള്ള, ഗവർണർ, ബഹുമാനപ്പെട്ട ശ്രീധരൻ പിള്ള. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ക്രൗൺ ഓഫ് തോൺസ് ആണ്, കർത്താവിൻ്റെ പുൽക്കിരീടമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ വായിച്ച് ഗ്ലോബൽ ലീഡർ കമ്മിങ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇസ് നോട്ട് ജീസസ് ക്രൈസ്റ്റ് കമ്മിങ് അഗെയിൻ? യേശുക്രിസ്തു അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് അറിയാൻ പ്രഗത്ഭനല്ലേ, ഞങ്ങളുടെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, വായിച്ചിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ അടുത്തായിട്ട് ഇടപെടുന്നുണ്ട്. എൻ്റെ ഈ ആധുനിക ഭാരതം എന്നുള്ള പുസ്തകം അദ്ദേഹം വായിച്ചു, അദ്ദേഹം അത് കോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് യാതൊരുത്തരും നമുക്ക് ശത്രുക്കളില്ല, ഒരു പാർട്ടിയും നമുക്ക് ശത്രുക്കളില്ല. എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും അല്ലേ. നമ്മളെല്ലാം ദൈവമക്കളാണ്. ദൈവം സൃഷ്ടി യേശുക്രിസ്തുവിൻ്റെ വകയാണ്. യേശുക്രിസ്തു അകന്നുപോയി തിരിച്ചു വരണം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിത്യജീവൻ്റെ, സ്വർഗം ലഭിക്കുന്നതിൻ്റെയാണ്. കർത്താവ് വരാൻ പോവുകയാണ് വാനമേഘങ്ങളിൽ. എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് വായിക്കുന്ന പോലെ ഞാൻ 6 എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമ്പോൾ, ബൈ ദ റെവലേഷൻ ഓഫ് ദ വേർഡ് ഐ ടെൽ യു, പൗലോസ് പറഞ്ഞത്, ദർ ഇസ് എ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്. വെൻ ഹി റിട്ടേൺസ്, the dead in Christ shall rise. Those who are alive will be raptured. The resurrected and the raptured will have reunion in heaven, and for few years will be there, will be rewarded. And during that time, ഇവിടെ അന്ത്യക്രിസ്തു ഭരിക്കും. അതുവശം ഹർമഗദോൻ യുദ്ധമുണ്ടാകും. നാം അവര് മശിഹായെ വരണമെന്ന് കരയും. നാം എല്ലാവരുടെ തിരിച്ചു വരും. യേശുവിൻ്റെ കാല് ആ ഒലിവ് മലയിൽ കാണുമ്പോൾ അവിടം 2ആയിട്ട് പിരിയും. 1000 ആണ്ട് നാം ഇവിടെ വാഴും. അതിനുശേഷം മോദിജി പറഞ്ഞല്ലോ, അച്ഛേദിൻ നായക. ഇവർക്ക് ആർക്കും അച്ഛേദിൻ അന്നാണ്. യേശുക്രിസ്തു ഭരിക്കുമ്പോൾ അച്ഛേദിൻ രാഹുലിനും കൊണ്ട് നടക്കത്തില്ല, യേശുക്രിസ്തുവിനാണ്. അന്ന് ഇവിടെ 1000 ആണ്ട് വാഴും. അത് കഴിഞ്ഞ് നാം പുതിയ യെരൂശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം, നാം സ്വർഗത്തിലേക്ക് പോകും. എന്തൊരു സംതൃപ്തിയുള്ളത്. യേശുക്രിസ്തുവിനെ അറിയുക, എൻ്റെ രക്ഷകനായി അവന് വേണ്ടി ജീവിക്കുക, ലോകം മൊത്തം അത് അറിയിക്കുക. എൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നോ ക്രൈസ്റ്റ് ആൻഡ് മേക്ക് ഹിം നോ. അത്രേ ഉള്ളൂ. ഞാനതുകൊണ്ട് എൻ്റെ വാക്കുകൾ പറയുന്നത്, ഒരു ദിവസം ഒരാളോടെങ്കിലും ഈ സുവിശേഷം പറയാതെ, പങ്കുവെക്കാതെ ഒരിക്കലും ഉറങ്ങരുത്. ഇന്ത്യയിലെ 3-4 കോടി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒരാളോട് ഒരു ദിവസം സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 143 കോടി നരകത്തിലേക്ക് പോകുന്നവർ നരകത്തിലേക്ക് പോകത്തില്ല.
2000 വർഷം മുമ്പ് അദ്ദേഹത്തെ അവര് കൊന്നു. തോമസ് സ്ലീഹായെ 2000 വർഷം മുമ്പ് നമുക്ക് ലഭിച്ച സുവിശേഷം മലയാളികൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഈ അന്ധകാരം നീക്കുവാൻ വെടിച്ചെന്നതായിരുന്നുകൊണ്ട് ഇന്നും ഭാരതീയൻ ഇങ്ങനെ ആത്മീയ അടിമത്തത്തിൽ കഴിയുന്നത്. അവിടെ എൻ്റെയും നിങ്ങളുടെയും കടമ അതാണ് പറയുന്നത്. ഈ യേശുവിനെ പറ്റി പറയാം. അവൻ വരികയാണ്, അവൻ വരും, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയ യുഗം വിരിയും. എന്തോരു അവൻ വരുവാൻ പോവുകയാണ്. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ പീഡനമുണ്ട്. But remember this, there is no opportunity without opposition. എതിരില്ലാതെ അവസരങ്ങളില്ല. No victory without vigilance. ജാഗ്രത വേണം. No winning without warfare. It is a battle, പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു നിമിഷം ഒരു കാര്യം കാണിക്കാം. ഇന്ന് ഇന്ത്യ മൊത്തം ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകമാണ്. മണിപ്പൂരിൽ, ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മണിപ്പൂരിൽ ഇംഫാൽ സിറ്റിയിലെ നമ്മുടെ ഒരു സഭാ ഹാളിൽ നിന്ന്, ചുട്ടരിച്ച സഭാ ഹാളിൽ നിന്ന് ഇതെടുത്തതാണ്. ഈ ദൈവദാസൻ 35 വയസ്സ് കാണും. 5 വർഷം മുമ്പ് അവിടുത്തെ വലിയൊരു മതഭീകര കമ്പനിയുടെ സെക്രട്ടറി ആയിരുന്നു. 5 വർഷം മുമ്പ് പുള്ളി ബൈബിളൊക്കെ വായിച്ചു, വിശ്വാസത്തിലേക്ക് വന്നു, ചെറിയ സഭ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മെയ് 3-ാം തീയതി രാത്രി 12 മണിയായപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ഓടിക്കോ, ഭാര്യയും 2 കുട്ടികളുമുണ്ട്, നിന്നെ ചുട്ടരിക്കാൻ ആളുകൾ വരുന്നു. 2 മണിയായപ്പോഴത്തേക്ക് ഒരു ട്രക്ക് വന്നു, ആ സഭാ ഹാളിൽ എല്ലാ സാധനങ്ങളും എടുപ്പിച്ചു, ബാക്കിയെല്ലാം ചുട്ടരിച്ചു. അതിനുശേഷം ഒരു ബുൾഡോസർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. പിന്നെ 3-3:30 ആയപ്പോൾ ഒരു ട്രക്കിൽ ഗ്യാസ് കുറ്റികൾ കൊണ്ടുവന്ന് കത്തിച്ചു. നേരം വെളുത്തപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് കംപ്ലീറ്റ് നിരത്തി, ഒരു രേഖയുമില്ല. അവിടെ നിന്നെടുത്തു. ഇതാണ് പീഡനം. വരും, പീഡനം തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ട്. അദ്ദേഹം ഓടിപ്പോയി. അദ്ദേഹം വേറൊരു സ്ഥലത്ത് തൻ്റെ ഭാര്യ കുക്കി ക്രിസ്ത്യനാണ്, താനൊരു കാട്ടിൽ ഒരു ചെറിയൊരു മുറിയിൽ കഴിയാണ്, ഒരു കൂടിൽ കഴിയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം പോകുന്നുണ്ട് ബ്രദറെ. ഞങ്ങൾ ഒരു ചെറിയൊരു കിൻഡർ ഗാർട്ടൻ സ്കൂളൊരിടത്ത് തുടങ്ങുകയാണ്. ഒരു വീടുകൾ വേണം, 200 വീട് വെക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു വീടിന് 1.5 ലക്ഷം രൂപ മതി. വേറെ ആ 60,000 ആൾക്കാർ ക്രിസ്തു വിശ്വാസികൾ കാടുകളില്ല. അതാ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, വീടില്ല, എല്ലാം കത്തിച്ചു. എന്താ 1 വർഷമായുള്ളവരെ. പിന്നെയും എനിക്ക് എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞു പോവാം, പിന്നെയും പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം, കരയാം, കണ്ണുനീരിൽ നമുക്ക് വിതയ്ക്കാം, ആർപ്പോടെ കൊയ്യാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഈ സോപ്പൺ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ത്യക്കാർ ദൈവത്തെ തേടുകയാണ്. റിലീജിയൻ ഈസ് മാൻ സെർച്ച് ഫോർ ഗാഡ്, ബട്ട് ഗോസ്പൽ ഈസ് ഗോഡ്സ് സെർച്ച് ഫോർ മാൻ. മതങ്ങൾ ദൈവത്തെ തേടുമ്പോൾ സുവിശേഷം ദൈവം മനുഷ്യനെ തേടി വന്നത്. അത് നമ്മൾ പറയുന്നു. നിന്റെ നിത്യജീവന്റെ കാര്യമാണ്. അത് നമുക്ക് എന്തു പറ്റിയതാ പ്രിയപ്പെട്ടവരെ? നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് അവർ കാണുന്നില്ല. ഗാന്ധിജി അതാണല്ലോ പറഞ്ഞത്, ക്രിസ്തുവിനെ പോലെ ക്രിസ്ത്യാനി ജീവിച്ചാൽ സകല ഭാരതീയനും യേശു ക്രിസ്തുവിൻ്റെ പാദാന്ത്യത്തിൽ ചുംബിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ജീവിക്കാം, ഇനി കാലം മതിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലെറ്റസ് ഇൻവെസ്റ്റ്. ഞാൻ പറയുന്നത് നമുക്ക് മുതൽ മുടക്കാം. നമ്മുടെ ടൈം, അവർ ടാലൻസ്, അവർ ട്രഷർ, അവർ ട്രൂത്ത്സ്, ലെറ്റ്സ് ഇൻവെസ്റ്റ് ഫോർ ഇറ്റേണിറ്റി, നിത്യതയ്ക്ക് വേണ്ടി. കർത്താവേ, നമുക്ക് യശയ്യാവിനെ പോലെ ഒരു ദർശനം ഉണ്ടാകുവാൻ, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം, വിശുദ്ധനായ ദൈവത്തെ ഒന്ന് കാണാം, എൻ്റെ പാപം കാണാം. നാം ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ ഈ ഹാവ് ആൻ അപ്വേർഡ് വിഷൻ, വി വിൽ ഹാവ് ആൻ ഇൻവേർഡ് വിഷൻ. അകത്തൊരു ദർശനം ഉണ്ടാകും, എങ്കിൽ ഔട്ട്വേർഡ് വിഷൻ ഉണ്ടാകും. ആര് പോകും? ഇന്ന് ഞാൻ ഈ ദേവദാസൻ നന്ദി ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്നതിനോട് നിങ്ങൾ പോകുമോ? തയ്യാറാണോ? യുദ്ധമുണ്ട്, വിലക്കുകളുണ്ട്. 1000 വിശ്വാസികൾ കർത്താവിന് വേണ്ടി ജീവിച്ചെങ്കിൽ, വരാൻ പോകുന്ന കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ സകലവും ലെറ്റ് ഇൻവെസ്റ്റ് ഫോർ ഇറ്റേണിറ്റി. ഒരൊറ്റ ഭാരതീയനും നരകത്തിൽ പോകാൻ പാടില്ല, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമവുമില്ല. എന്തിനാണ് തോമസ് അപ്പോസ്തലനെ അയച്ചതെന്നറിയാമോ? അസതോമ സദ്ഗമയ, തമസ്സോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ എന്ന് നാം പാടി, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ ജീവങ്കിലേക്ക് നയിക്കണമേ എന്ന് ഭാരതീയൻ പാടി. ആ പ്രാർത്ഥന ദൈവം കേട്ടു. 2000 വർഷം മുമ്പ് കർത്താവ് തോമസ് ലീഗായോടാ പറഞ്ഞത്, ഞാനാണ് വഴി, ഞാനാണ്. ഓർത്ത് നോക്ക്,
ഭാരതീയന്റെ പ്രാർത്ഥന കേട്ട ദൈവം അതിന്റെ ഉത്തരം ലഭിച്ച തോമസ് ലീഹയെ അയച്ചു. ഇന്ന് ആയിരം കണക്കിന് വിശ്വാസികൾ, സുശേഷകര് ഇന്ത്യയിലുണ്ട്. എനിക്ക് സ്തോത്രം, നന്ദി. ഞാൻ അവരെ നഗ്നപാതരായി ആയിരം ക്രൈസ്തവ വിശ്വാസികളും സുശേഷന്മാരും പ്രവർത്തകരും ഇന്ന് ഇന്ത്യയിലെ കോടോടുകൂടി അവർക്കായിട്ട് ദൈവത്തിന് നന്ദി. ആ സംഘത്തിലേക്ക് കൂടുക സോദരരെ നാം ഒന്നായി. ക്രിസ്തുവിൻ ധീരസേനകളെ കൂടിയും തൻ അനുയായികളെ എന്തിനു ഭീതി, ജയിക്കും നാം. നമുക്ക് പോകാം. കർത്താവ് വരുന്നുണ്ട്. ബ്രദർ, അതാ എൻ്റെ ഇനി അധികം നാളില്ല. എനിക്കറിയാം, എൻ്റെ ഈ കാലം അടുത്തിരിക്കുകയാണ്. ഞാൻ തയ്യാറാകണം. കർത്താവെ വരുന്നു. ഇനി ഒരു 3-4 പുസ്തകങ്ങൾ എഴുതണമെന്ന് താല്പര്യമുണ്ട്. കർത്താവ് അനുവദിക്കുക ചെയ്യുക, അല്ലെങ്കിൽ റെഡിയാണ്. ഐ എം റെഡി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന ടൈം ഈസ് ഷോർട്ട്, ഹെൽ ഈസ് ഹോട്ട്, സൈറ്റൻ ഈസ് സ്വിഫ്റ്റ്. Ready or not, Christ is coming. Till he comes, let us worship him. Let us walk with him. Let us witness him. Let us witness him through our life, through our lips, through literature, through love. കർത്താവ് വരുവാനുള്ളവരും താമസിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം കേൾക്കുന്നവരോട് പറയും, എനിക്ക് പേഴ്സണലി ഒന്നും പറയാനില്ല. എൻ്റെ കർത്താവിൻ്റെ മകനെ എന്നെ കർത്താവ് രക്ഷിച്ചല്ലോ. ആ മൈലപ്ര എന്ന ചെറിയ കോണിൽ, ആ ചെറിയ കുഗ്രാമത്തിൽ ദൈവം എന്നെ ഓർത്തല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആയിരങ്ങൾ നമ്മുടെ പിന്നാലെ വരട്ടെ. ഇന്ത്യയിലെ ക്രൈസ്തവർക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്ത് പാപത്തിലാണ്. എങ്ങനെ കേരളത്തിൽ ഡിവോഴ്സസ് ഏറ്റവും കൂടുന്നു, ഡ്രഗ് കൂടുന്നു, അക്രമം കൂടുന്നു. മലയാളി ക്രിസ്ത്യാനികളായാൽ ഭാരതത്തിന് വ്യത്യാസമുണ്ട്. കർത്താവ് വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി അധ്വാനിക്കാം, നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ വിശ്വാസം ദൈവം നമുക്കൊരവസരം കൂടെ തരുമെന്നാണ്. തന്നില്ല എങ്കിലും പദം നമുക്ക് മുന്നോട്ട് പോകാം. ജീവനെങ്കിൽ ജീവൻ വെച്ച് നമുക്ക് സുവിശേഷം അറിയിക്കാം. ആര് പോകും? ഈ ആഹ്വാനമാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരാളുടെങ്കിലും സുവിശേഷം, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ, യേശു കർത്താവ് നിങ്ങളുടെ കർത്താവാണെന്ന് പറയാതെ ഉറങ്ങരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴേ, യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്റ്റ് പോകണം. ട്രാക്റ്റ് ഇല്ലാതെ പോകരുത്. ഒരു ന്യൂട്രീഷൻ ഒരു ഗോസ്പൽ പോർഷൻ കൊണ്ടുപോകണം. നമ്മുടെ ഏക ജോലി യേശു ക്രിസ്തു പറ്റി പറയുകയാണ്. കർത്താവ് വരും. 1000 ആണ്ട് നമ്മൾ വാഴാൻ പോവുകയാണ്. അനേകരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറയുന്നു, ദിസ് ഈസ് ദ ട്രെയിനിങ് ടൈം ഫോർ ദ റെയിനിങ് ടൈം. വി ആർ റിക്രൂട്ടഡ് ഫോർ GAS, IAS പോലെ ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, ജെറുസലേം കേന്ദ്രമാണ്. അപ്പോൾ നമ്മളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് എ പ്രൊബേഷൻ പീരിയഡ്, ട്രെയിനിങ് ടൈം ഫോർ ദ റെയിനിങ് ടൈം. ട്രെയിനിങ് ടൈമിൽ പ്രൊബേഷൻ പീരിയഡ് ഒറ്റ പേരിയേ ഉള്ളൂ. അഗ്നിശമന സേനാംഗങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടുന്നവരെ ഇല്ല, വേണ്ട, പോകണ്ട, യേശു നിന്നെ രക്ഷിക്കും. അത് പറയുമോ? അങ്ങനെയുള്ളവർക്കായിട്ട് നന്ദി പറയുന്നു. ഇങ്ങനെയൊരു അവസരം തന്നതിനായിട്ട് സ്തോത്രം. നന്ദി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒത്തിരി സമയമായി. ഇരുൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആളുകളൊക്കെ ചോദിക്കുന്നു, ഈ ടണലിന്റെ അങ്ങേപ്പുറത്ത് ഒരു വെളിച്ചമുണ്ടെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ടണലിന്റെ അങ്ങേപ്പുറത്തെ വെളിച്ചം ഈ പറഞ്ഞ യേശുവിന്റെ മടങ്ങിവരവും ധന്യനായ ഏകാധിപതി എന്ന് നമ്മൾ പറയുന്നു. ഇന്ന് നമ്മൾ ഏകാധിപത്യത്തെ ഭയക്കുന്നു. ഒരു ഏകാധിപത്യം നമ്മുടെ ദേശത്തുണ്ടാകുമോ എന്ന് ഭയക്കുന്നു. കഴിഞ്ഞ ദിവസം പാഠഭേദത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തു. എനിക്കറിയില്ല, നമ്മുടെ വിശ്വാസികൾക്ക് ഒരു കുഴപ്പമുണ്ട് സാറേ. ഞാനിത് സങ്കടം കൊണ്ട് പറയുക. സാറ് പറഞ്ഞതുപോലെ അവർക്ക് ഈ പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമ്മൾ ആത്മീയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാകത്തില്ല. അവർക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൂറത്തിലെ ഇലക്ഷൻ നടക്കാതെ ഇലക്ഷൻ റിസൾട്ട് വന്നതിനെ കുറിച്ച് 2 വാചകം ഞാൻ പറഞ്ഞു. അതെന്നെ ആശങ്കപ്പെടുത്തുന്നു. കാരണം നമ്മളിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നാളെ ഒരു ഇലക്ഷൻ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഇലക്ഷൻ ഉണ്ടാകാതെയും ആളുകൾക്ക് ഭരിക്കാൻ പറ്റുമെന്നുള്ളതിന് വിസിബിൾ ആയിട്ടുള്ള തെളിവാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടമുണ്ടായത്, നമ്മുടെ വിശ്വാസികൾ ആ വീഡിയോ കാണാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുള്ളി എന്തോ പറയുന്നത്. അണ്ണാ ഹസാരയുടെ മൊമെന്റ് ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒത്തിരി എഴുതി സാറേ.
അന്ന് എന്നെ എല്ലാവരും കൂടെ ക്രൂശിച്ചു. അന്ന് എല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളൊരു പാസ്റ്റർ അല്ലേ, നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. അണ്ണാ ഹസാരെ മൊമെന്റിന്റെ പുറകിൽ എന്താണെന്ന് ആത്മാവിൽ കാണാൻ കഴിയണം, അതെ, ഒരു ഇപ്പൊ ആത്മീയത മനസ്സിലായല്ലോ, കാണാൻ കഴിയണം. ഇപ്പൊ മനസ്സിലായല്ലോ. അന്ന് പേഴ്സണലി അറ്റാക്ക് ചെയ്ത ആളുകളുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ജനം നാളെ കഷ്ടപ്പെടും, എനിക്കതറിയാം. ജയപ്രകാശ് നാരായണന്റെ കാലത്ത്, JP മൂവ്മെന്റിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു അതിന്റെ തനിയാവർത്തനമാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റ് എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അതെ, അതെ, അന്ന് പറഞ്ഞു, JP മൂവ്മെന്റിന്റെ പിന്നിൽ ആരുണ്ടായിരുന്നു, അവർ തന്നെയാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റിന്റെ പിന്നിലുള്ളത്. അതെ, അതിന്റെ ലക്ഷ്യം വേറെയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദൈവമക്കൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വെറുതെ പൊളിറ്റിക്സ് പറയാതെ. ഇന്നും അതാ സംഭവിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് അതിന്റെ ഗൗരവം അറിയില്ല. കാരണം പലപ്പോഴും നമ്മുടെ പല ആളുകളും സേഫ് സോണിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യ രണ്ടുപേർ ഇടി കൊള്ളുന്നെന്ന് പറഞ്ഞാൽ നമുക്കെന്താ വിഷയം? നമ്മൾ സേഫ് ആണെന്ന് അവർ ചിന്തിക്കുന്നത്. അതാ സങ്കടം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തായാലും ഈ ദിവസം ഞാൻ ഒരു കാര്യം ബ്രദറിനോട് പറഞ്ഞതേ, എന്തോ ഒരു റെസ്പോൺസ് ആണ് ഈ പുസ്തകത്തിനൊക്കെ കിട്ടുന്നത്. ദൈവം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബ്രദറെ, നമുക്കൊരു ഒരുത്തരുടെ പൂച്ചണ്ട് വേണ്ട, വിശ്വാസികളെ ഉൾപ്പെടെ നമ്മളെ ഏൽപ്പിച്ച് വിശ്വസ്തയോട് ചെയ്തു പോവുക. നമുക്കുള്ളത് മുകളില ഒരു ആത്മാവ് കർത്താവിലേക്ക് വന്നെങ്കിൽ അതുപോലെ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും ചതിക്കുഴിയിൽ വീഴാതെ ഒരു ജാഗ്രത വേണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ആരെയും ഉപദ്രവിക്കാനോ എതിർക്കാനോ അല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ബ്രദറെ, കണ്ടിന്യൂ ദിസ് മിനിസ്ട്രി. ഇന്ന് ഡിജിറ്റൽ റവല്യൂഷനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചത്, അത് ചെയ്യുക. കുടുംബത്തിൽ ആസാദിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ആദ്യമായിട്ടാണ് നമ്മൾ വളരെ കാരണം തകർത്താപ്പുറമായിട്ട് സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം തോന്നി, നമുക്ക് എന്തെങ്കിലും ആസാദിൽ സാറിനെ കൊണ്ടുവരണം. നമ്മുടെ ചാനൽ വളരെ എന്താ പറയുക, സാക്ഷ്യങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്ന ചാനൽ. അപ്പോൾ സാറിന്റെ ജീവിതാനുഭവം കേൾക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അതിന്റെയൊക്കെ പ്രത്യേക വലിയ അനുഭവങ്ങളൊന്നുമില്ല ബ്രദറെ. കർത്താവ് ഒരു ദിവസം നടത്തുന്ന ഗുഡ്നെസ് ഓഫ് ദി ലോർഡ് കുടുംബമായിട്ട് കർത്താവിന്റെ രുചിച്ചറിഞ്ഞു. അപ്പനും അമ്മയും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അവരുടെ കാലടികൾ ഒരു വിധത്തിൽ എന്നേ പറയാനുള്ളൂ. വലിയൊരു അനുഭവമാണ് സാറ്. ശരിക്കും രക്ഷയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു. യേശുക്രിസ്തുവിനോട് രക്ഷയല്ലാതെ മറ്റൊന്നുമില്ല. ഇസ്രായേലിന്റെ കൊടി എന്തുകൊണ്ട് പുസ്തകത്തിൽ വെച്ചു എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഞാന് ക്രൈസ്റ്റ് ഓൺ ദ ജൂയിഷ് റോഡ് എന്ന് പറഞ്ഞ റിച്ചാർഡ് ബ്രാൻഡിന്റെ പുസ്തകം ഒന്നുകൂടെ വായിച്ചു. ഒരു മാസം ഒന്നുകൂടെ നേരത്തെ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം യഹൂദനാണ്. യഹൂദനായ ഒരുവനോട് ജർമ്മൻകാരനായ ഒരു നാസി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ആ നാസിയാണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. യഹൂദനായ റിച്ചാർഡ് ബ്രാൻഡിനോട് ശത്രുവാകുന്ന നാസി യഹൂദന്റെ മസിയെ കുറിച്ച്, അച്ഛന്റെ മകനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അനുഭവം റിച്ചാർഡ് ബ്രാൻഡ് എഴുതിയ കഥ പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നെനിക്ക്. സാർ ആ ഒരു ഇസ്രായേലിന്റെ ഫ്ലാഗ് കൗൺസിലേറ്റിലെ കൗൺസിൽ ജനറലിനോട് പറഞ്ഞപ്പോൾ ആ അനുഭവം എനിക്ക് ഓർമ്മ വന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളൊക്കെ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു വചനം യെശയ്യാവിന്റെ പുസ്തകത്തിൽ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിക്കും, പ്രകാശിക്കും. എൻ്റെ ഒരു വിശ്വാസം സാറേ, ഈ കാലഘട്ടം ഒരു ഭാഗത്ത് ഇരുട്ട് നിറഞ്ഞതാണെങ്കിലും മറുഭാഗത്ത് കർത്താവിന്റെ മഹത്വം, യേശുവിന്റെ സാക്ഷ്യം നമ്മളിലൂടെ ഒക്കെ വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു നല്ല ഇന്ത്യ, നല്ല ശുഭകരമാകുന്ന ആത്മീയ അനുഭവങ്ങൾ മുൻപിലുണ്ട്. ഈ ദേശത്ത് ഇനിയും വിതയും കൊയ്ത്തും ഉണ്ടാകും. അനാഥോത്തിലെ നിലം വാങ്ങിക്കുവാൻ ജെറമ്യാവിനോട് ദൈവം പറഞ്ഞു. ശരിക്കും യുദ്ധം നടക്കാൻ പോകുന്ന സ്ഥലത്ത് നിലം വാങ്ങിക്കില്ല, പ്രോപ്പർട്ടിയുടെ വില ഇടിയത്തേ ഉള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞു, നീ പ്രതീക്ഷയോട് വാങ്ങിച്ചു, 70 വർഷങ്ങൾക്ക് ശേഷം ഒരു മടങ്ങിവരവുണ്ട്. എൻ്റെ ഒരു വിശ്വാസം, ഇനിയും ഈ ദേശത്ത് ഈ പറഞ്ഞ അനാഥോത്തിലെ നിലം ഇരമ്യാവ് വാങ്ങിച്ചതുപോലെ നമുക്ക് നല്ല കാലം ഉണ്ടാകും. അച്ഛനും ജെരൂലാനേവലായി. ഞാനും ആ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കർത്താവ് ഇന്ത്യയെ സ്നേഹിക്കുന്നു. കാരണം 2 പ്രാവശ്യമല്ലയോ ബൈബിളിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ ഇന്ത്യക്കാരെ ദൈവം സ്നേഹിക്കാതിരിക്കുമോ? തൻ്റെ മക്കളല്ലേ, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം സാർ. സാറ് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. പിതാവേ, നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ദൈവമേ,
അങ്ങ് രാജാതിരാജാവ്, കർത്താതി കർത്താവ്, അങ്ങ് സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി, സർവത്തിൻ്റെ ഉടയവൻ, ഒരു വാക്കിനാലല്ല ഉളവാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ മുമ്പിൽ നമിക്കുന്നു. അങ്ങയുടെ വാക്കിൻ്റെ ശക്തിയാൽ സകലത്തെയും സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. വെള്ളവും വെളിച്ചവും വായുവും എല്ലാം ഞങ്ങൾക്ക് തരുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി പിതാവേ, ഞങ്ങൾ പാപത്തിൽ വീണപ്പോൾ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ പുത്രനെ അയച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരുന്നവനായി ഞങ്ങൾക്ക് വീടൊരുക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ കർത്താവിനെ പറ്റി അങ്ങയെപ്പറ്റി അങ്ങ് പറഞ്ഞ കർത്താവെ, ആ ദൗത്യം ഞങ്ങൾ നിറവേറ്റിയാണ്. അതിന് ഡിജിറ്റൽ മാധ്യമത്തെ, കല്ല്, സിലിക്കായെ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതാണല്ലോ പ്രിയ ദൈവദാസൻ ചെയ്യുന്നത്. കല്ലുകളിൽ കൂടെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ കൂടെ കർത്താവ്, ഈ ടെക്നോളജിയിൽ കൂടെ ആയിരങ്ങൾ അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയിലേക്ക് വരുവാൻ മുഖാന്തരമാകുന്നു. ഈ ദേവദാസനായി കുടുംബത്തിനായിട്ട് സ്തോത്രം. അവരെ കുടുംബമായിട്ട് അങ്ങയെ സ്നേഹിക്കുകയും സേവിക്കുകയും അധ്വാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിരിക്കാനായിട്ട് സ്തോത്രം. ധാരാളം പ്രിയപ്പെട്ടവരെ അങ്ങയുടെ വചനം കേൾപ്പിക്കുവാൻ അവിടുന്ന് ഇത് മുഖാന്തരമാക്കിയതിനായി സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ, മറ്റ് ആത്മീയമായ ആവശ്യങ്ങൾ എല്ലാം അവിടെ നിറവേറ്റി നൽകണമേ. അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. ദേശത്ത് അനേകരെ കണ്ണുനീരിൽ വിതയ്ക്കുവാൻ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000 മിഷണറിമാർ ഇവിടെ വന്നു. 1000 തദ്ദേശീയരായ വിശ്വാസികൾ, സുവിശേഷകന്മാർ, ഏത് സഭയുമാകട്ടെ, ക്രൂശിൻ്റെ പിന്നാലെ പോയി ക്രൂശും എടുത്ത് നീ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ കോടിൽ പോയതിനായി സ്തോത്രം. സ്കൂൾ തുടങ്ങി, കർത്താവെ, ആശുപത്രി തുടങ്ങി, സാമൂഹ്യ പരിവർത്തനം വരുത്തി ഈ സുവിശേഷം നൽകി അനേകരെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. അത് തുടർന്ന് ചെയ്യുവാൻ അനേകരെ ഉത്തേജിപ്പിക്കുന്ന ഒരു മുഖാന്തരമാകുവാൻ ഈ ദൈവദാസൻ്റെ കുടുംബത്തിൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് ഉപയോഗിക്കണമേ. ആവശ്യമൊക്കെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. എല്ലാറ്റിനായി സ്തോത്രം. ക്രിസ്തു, അങ്ങ് ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ നേതാവ്. കർത്താവെ, അങ്ങേക്കായി ഞങ്ങൾ ജീവിക്കട്ടെ. എല്ലാറ്റിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാം ഞങ്ങൾ അപേക്ഷിക്കുന്ന പിതാവെ, കേൾക്കണമേ. ആമേൻ. താങ്ക് യു സാർ. ഒരു പ്രാവശ്യം നന്ദി പറയുക. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വന്ന് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.